ഒരു വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. വർഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം. അങ്ങനെ മാത്രമേ വർഗീയത ശമിപ്പിക്കാൻ പറ്റൂ. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. മനുഷ്യർക്കൊപ്പം എന്നൊരു മഹാപ്രമേയത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര സമാപിച്ചത്. ആ സമാപന വേദിയിലാണ് മുഖ്യമന്ത്രി VD സതീശൻ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ. എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിന്റെ ആമുഖം ന്യൂനപക്ഷ സംരക്ഷണമാണെങ്കിലും പറഞ്ഞു വന്നപ്പോൾ മുഖ്യമന്ത്രി കേരളത്തെ ഓർമ്മിപ്പിക്കുന്നത് കേരളം ഓർക്കാൻ ആഗ്രഹിക്കാത്ത കലാപ ചരിത്രമാണ്, ചോരപ്പേത്തിന്റെ ചരിത്രമാണ്. ആ നറേറ്റീവ്, മാറാട് നറേറ്റീവ് ആദ്യം തുടങ്ങി വെച്ചത് വെള്ളാപ്പള്ളി, ഒന്നുകൂടി കടുപ്പിച്ച് AK ബാലൻ, അതിന് പിന്തുണയുമായി പിണറായി വിജയൻ. അതിന്റെ തുടർച്ചയിലാണ് കാന്തപുരത്തിന്റെ വേദിയിൽ മാറാടടക്കം കലാപങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ. ഓർക്കണം, AK ബാലൻ മുഖ്യമന്ത്രി അല്ലാതൊരു നേതാവ് കൂടി വ്യക്തമായ പിന്തുണ കൊടുത്തിരുന്നു. അത് MV ഗോവിന്ദനോ TP രാമകൃഷ്ണനോ അല്ല, മറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. മുഖ്യമന്ത്രിക്ക് മറുപടി എന്നോണം അതേ വേദിയിലാണ് VD സതീശന്റെ തിരിച്ചടി. വെള്ളാപ്പള്ളിയെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുതെന്നും ആരെ കാറിൽ കയറ്റിയാലും കാറിൽ കയറ്റുന്നവരെ സൂക്ഷിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. വെള്ളാപ്പള്ളിയുടെ കാളകൂട വർഗീയതാ പ്രസംഗങ്ങളിൽ നിലപാടില്ലാതെ ബബ്ബാടിക്കുന്ന നേതാക്കൾക്ക് VD സതീശൻ ഇന്നലെ മാതൃകയായി. തെരഞ്ഞെടുപ്പിന് ഏതാനും നാളുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ 10 വോട്ടിന് നാടിനെ കുട്ടിച്ചോറാക്കാൻ പരുവത്തിന് ധ്രുവീകരണ രാഷ്ട്രീയമാണോ കളം നിറയാൻ പോകുന്നത്? നാട് നിയന്ത്രിച്ച, നാട് ചെറുത്ത, അതിന്റെ വ്യാപനം തടഞ്ഞ, അതിപ്പോൾ മറക്കാൻ ആഗ്രഹിക്കുന്ന മാറാട് പോലുള്ള വേദനകൾ പിന്നെയും കുത്തിപ്പൊളിച്ച് മാന്തിപ്പുണ്ണാക്കിയാൽ അതുണ്ടാക്കുന്ന മുറിവ് എപ്പോൾ മായാനാണ്? വോട്ട് പിടിക്കാൻ ധ്രുവീയതയും വർഗീയതയും പറയൽ കേരളത്തോട് ചെയ്യുന്ന അപരാധമാണെന്ന് ബന്ധപ്പെട്ടവർ തിരിച്ചറിയാത്തത് എന്താണ്? ആ ധ്രുവീകരണം അതാര് നോക്കിയാലും കേരളം പറയണം, സാറേ പോയി പണി നോക്ക്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. രാജു പി നായർ, SK സജീഷ്, ശ്രീ VS ജിതിൻദേവ്, ശ്രീ CR നീലൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ രാജു പി നായർ. ശ്രീ രാജു പി നായർ, കാന്തപുരത്തിന്റെ ആ യാത്ര തുടക്കം മുതൽ ശ്രദ്ധിച്ച ആളാണ് ഞാൻ. സ്നേഹത്തിന്റെ ഒരു സൂഫി ഭാഷയാണ് സംസാരിച്ചുകൊണ്ടേയിരുന്നത്. മനുഷ്യരെ ഈ പറയുന്ന ജാതികൾക്കും മതങ്ങൾക്കും അപ്പുറത്ത് ചേർത്ത് പിടിക്കുന്നതിനെ പറ്റി മാത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള പ്രണയത്തെ പറ്റിയാണൊക്കെ അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ സമാപന വേദിയിൽ രാഷ്ട്രീയം വന്നു. കാന്തപുരത്തിന് വ്യക്തമായ അതൃപ്തി ഉണ്ടാക്കി. കാന്തപുരം അത് തിരുത്തുകയും ചെയ്തു. ഒടുവിൽ അത് മുഖ്യമന്ത്രിക്ക് മറുപടി പറഞ്ഞതാണെങ്കിലും പ്രതിപക്ഷ നേതാവിനും ആ അതൃപ്തിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ ശ്രീ രാജു പി നായർ? അല്ല, നമ്മൾ ഒരു വലിയ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൻ്റെ ഒരു സ്പിരിറ്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ജനങ്ങളെ അത് തിരുത്തുക എന്നുള്ളത് കൂടിയുണ്ടല്ലോ. ഇപ്പോൾ അവിടെ അത് പറഞ്ഞത് അതിന് തിരുത്തപ്പെട്ടു, അത്രേ ഉള്ളൂ. അത് ഒരു പറയുന്നതിൻ്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടണമല്ലോ. അപ്പോൾ പറഞ്ഞതിൻ്റെ പൊള്ളത്തരം ബോധ്യപ്പെടാൻ വേണ്ടി അത് അവിടെ വെച്ച് തിരുത്തേണ്ടത് തിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നടക്കുന്ന, ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതല്ലാതെ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമൊന്നുമല്ലല്ലോ. വെള്ളാപ്പള്ളിയുടെ കൊടും വർഗീയ പ്രസ്താവനക്കിടയിലും കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഇത് പൊതിഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നേർക്കുന്ന വിമർശനത്തിലേക്ക് പോയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ചെന്നിത്തലയോ KC വേണുഗോപാലോ ഒക്കെ നോക്കിയാൽ പോലും അവരുടെ പ്രതികരണത്തിൽ ഒരു മൃദുത്വം അക്കാര്യത്തിലുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വേദിയിൽ സംസാരിക്കുമ്പോൾ കൃത്യമായി തന്നെ പേരെടുത്ത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ കാറിൽ കയറ്റാം, പക്ഷെ കാറിൽ കയറ്റുന്നവരെ സൂക്ഷിക്കണം എന്ന് നേർക്കുന്നവർ മറുപടിയിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്വരം മൂർച്ചയുള്ളതാവുന്നത് എന്തുകൊണ്ടാണ് രാജു പി നായർ? അല്ല, ഞങ്ങൾ എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ കൂർത്ത ഇത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സമുദായ നേതാവ് ആ സമുദായ ആചാര്യൻ്റെ അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ഒരു ദൈവതുല്യനായി കണക്കാക്കുന്ന അതിൻ്റെ ഒരു മാഗ്ന കാർട്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരുദേവ ദർശനത്തിൽ നിന്ന് വിഭിന്നമായ ഒരു നിലപാടെടുക്കുമ്പോൾ അദ്ദേഹത്തോട് ആ ഗുരുദേവ ദർശനം ഓർമ്മിപ്പിക്കുന്നതിനേക്കാൾ ശക്തമായ ഏത് വിമർശനമാണുള്ളത്? SNDP ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ശക്തി ഏതെങ്കിലും വാക്കുകൾക്കുണ്ടോ? നമ്മൾ പലപ്പോഴും ഈ വാക്കുകളുടെ ശക്തി ഈ പറയുന്ന ചർച്ചകളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടോ പോടാ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ ആണ് എന്ന് കരുതി പോകുന്നിടത്താണ് പ്രശ്നം. ഏറ്റവും ശക്തമായി എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആ വർഗീയം പറയുമ്പോൾ അദ്ദേഹത്തിന് എതിരെ കൊടുക്കാവുന്ന ഏറ്റവും ശക്തമായ ഭാഷ ആ സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ആചാര്യനായിട്ടുള്ള ഗുരുദേവൻ്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമാണ് നിങ്ങൾ പറയുന്നത് എന്ന് തന്നെയാണ്.
വെള്ളാപ്പള്ളി നമ്മൾ രാജു നായർ നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തോളം ഇങ്ങോളം എടുത്ത് പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി ആരെ തോപ്പിക്കുമെന്ന് പറഞ്ഞോ? അവരൊക്കെ ജയിച്ച ചരിത്രം UDF-ലും LDF-ലും CPM-ലും കോൺഗ്രസിലും ഒക്കെ ധാരാളമായി കാണാം. ഇനി ജി സുകുമാരൻ നായരായിരുന്നു നോക്കൂ. ജി സുകുമാരൻ നായർ ഇറങ്ങിപ്പണിയെടുത്ത വട്ടിയൂർക്കാവിലടക്കം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാം. അപ്പോൾ ഈ പറയുന്ന സമുദായ നേതാക്കൾ നേർക്കുനേർ പറയുന്നിടത്ത് പോയി വോട്ട് കുത്തില്ല അതിന്റെ സമുദായ അംഗങ്ങൾ എന്ന് കേരളത്തിന് നേരത്തെ ബോധ്യപ്പെട്ടതാണ്. രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു വരുന്നു എന്നുകൂടി നേർക്കുനേർ വിമർശനത്തിന് അർത്ഥമുണ്ടോ ശ്രീ രാജു പി നായർ? അല്ല, അത് എല്ലാ കാലത്തും ആണല്ലോ. ഞങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സമുദായ നേതാക്കന്മാരുടെ ഒന്നും മുണ്ടിൻ്റെ കോന്തലയിലല്ല കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധം. അവർ വളരെ കൃത്യമായിട്ട് ആ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിന് അവരെടുക്കുന്ന തീരുമാനമാണ്. അങ്ങ് സൂചിപ്പിച്ച പോലെ ഞാനും ചർച്ച പറഞ്ഞിട്ടുണ്ട്, ഇവരാരെയൊക്കെ ജയിപ്പിക്കാൻ നടന്നിട്ടുണ്ടോ അവരൊക്കെ തോറ്റ ചരിത്രമുള്ളൂ, ആരെയൊക്കെ തോറ്റിട്ടുണ്ടോ അവരൊക്കെ ജയിച്ച ചരിത്രമുള്ളൂ. സമുദായ നേതാക്കന്മാർ കുറച്ചുകൂടി പഴയ കാല രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിപ്പോയാൽ ജയിച്ചവർ നമ്മുടെ ആൾക്കാരെന്ന് പറയുന്നതാവും നല്ലത്. അതിനപ്പുറം ആരെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജയിപ്പിക്കാനും തോൽപ്പിക്കാനും നടന്നാൽ ഇളിപ്പേരായി പോകുന്നു മാത്രമേ ഉള്ളൂ. ജയിച്ചു വന്നവർ ഞങ്ങളും കൂടി വിചാരിച്ചിട്ടാണ് ജയിച്ചു വന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഈ ചർച്ചകളിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. നോക്കൂ, ഇവിടെ ഹാഷ്മി എന്താ പ്രശ്നം? ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ സമൂഹം CPL നിന്ന് അകലുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഇസ്ലാമോഫോബിയ കത്തിക്കുകയാണ്. കേരളത്തിൽ 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളുണ്ട്. ആ 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളിലും സ്വർണ്ണ മോഷണം കടത്ത് നടക്കുന്നുണ്ട്. പക്ഷെ 3 എയർപോർട്ടുകളിലും സ്വർണ്ണക്കടത്ത് നടക്കുന്നത് ഒരു സാധാരണ കുറ്റകൃത്യവും. കരിപ്പൂരിൽ വരുമ്പോൾ അത് ദേശവിരുദ്ധ പ്രവർത്തനമാകുന്നത് എങ്ങനെയാണ്? അങ്ങനെ ദേശവിരുദ്ധ പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വലിയ ക്യാമ്പയിൻ നടത്തുകയും ആ ക്യാമ്പയിന് മുഖ്യമന്ത്രി തന്നെ ഭാഗമാവുകയും ഒരു ദിനപത്രത്തിൽ അദ്ദേഹം PR ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് അച്ചടിച്ചു വരികയും ചെയ്യുന്നു ഇല്ലേ? അവിടെ ഈരാറ്റുപേട്ടയിലൊരു സംഭവം നടന്നു. ഈരാറ്റുപേട്ടയിലൊരു സംഭവം നടന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെല്ലാം മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ്. BJPയുടെ മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിമാർ പറയുമോ ഈ വാക്ക്? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നവരുടെ മതം നോക്കി പ്രതികരിക്കാൻ കഴിയുമോ? അത് RSSന്റെ നയമാണ്. അത് നടപ്പാക്കിയത് പിണറായി വിജയനല്ലേ? മുനമ്പത്ത് ഇത്രമാത്രം വലിയ വിഷയം നടന്നു. മുനമ്പത്ത് 2 സമൂഹങ്ങൾ തമ്മിൽ കലാപമുണ്ടാകാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായ കലാപത്തിനുള്ള വർഗീയ ഗൂഢാലോചനകൾ നടന്നു ഇല്ലേ? അവിടെ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇടപെട്ടുകൊണ്ട് അവിടെ അത് പരിഹാരമുണ്ടാക്കിയില്ല? ആ പരിഹാരമുണ്ടാക്കുന്നതിന് ആരെങ്കിലും തടസ്സമായിരുന്നോ? ട്രൈബ്യൂണലിലെ കേസിൽ കൊടുത്ത വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു കൊടുത്തവരും പിന്നെ കിട്ടിയവനും പറഞ്ഞു ഇത് വഖഫല്ല, വഖഫാണെന്ന് കടുംപിടുത്തം പിടിച്ചതാരാ? വഖഫ് ബോർഡിന്റെ ചെയർമാൻ അല്ലെങ്കിൽ വഖഫ് ബോർഡ് മാത്രമാണ്. അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ്. എന്തിനു വേണ്ടിയാണ് 6-7 മാസക്കാലം BJPക്ക് വഖഫ് നിയമ ഭേദഗതി പോലും ഉപയോഗിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ വർഗീയത കലക്കുന്നതിനുള്ള സംഭവം ഉണ്ടായിക്കൊണ്ട് അവസാനം കമ്മീഷനെ വെച്ച് കണ്ടുപിടിച്ചതെന്താ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ഇവരെ വിളിച്ച് കൂട്ടിയിരുത്തി സംസാരിക്കണം. ഞാൻ ചോദിക്കട്ടെ, അന്ന് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDFന്റെ പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ എത്രമാത്രം ആ വിഷയം വഷളാവുമായിരുന്നു? ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ആ മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിന് ഒരു മുസ്ലിം സംഘടനയും എതിര് നിൽക്കില്ല എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ സാഹിബും ഉൾപ്പെടെ മുസ്ലിം സമൂഹത്തിൻ്റെ നേതാക്കന്മാർ ഇവിടെ വന്ന് അരമനയിൽ വന്ന് ക്രിസ്തീയ പുരോഹിതന്മാരുമായി ചർച്ച നടത്തിയല്ലോ. ഏതെങ്കിലും ഒരൊറ്റ മുസ്ലിം സംഘടന കൊടി പിടിച്ച് ബാനർ പിടിച്ച് ആ സമരത്തിനെതിരായിട്ട് നടന്നോ? ആ പട്ടണത്തിൽ നടന്നോ? ഉണ്ടായിട്ടില്ലല്ലോ. ആരോ കുറച്ചുപേര് കേസ് പോയി എന്നുള്ളതിനപ്പുറം. അപ്പം അത്രമാത്രം അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുക്കാഞ്ഞതെന്താ? ഇവരുടെ എല്ലാം ലക്ഷ്യം കേരളത്തെ വർഗീയതയിൽ മുക്കിക്കൊല്ലുക എന്നുള്ളതാണ്. ഇന്ന് AK ബാലൻ നടത്തുന്ന പ്രസ്താവനയ്ക്ക് സംരക്ഷണം കൊടുക്കുന്ന ആരാ? മുഖ്യമന്ത്രിയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പോലീസ് പൈലറ്റ് പോകുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളി പൈലറ്റ് പോവുകയാണ്. അവിടെ ചെന്ന് വർഗീയത കലക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതി വിളയാട്ടമാണ് ഇല്ലേ? മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ നാടിൽ സരസ്വതി വിളയാട്ടമാണ്. അദ്ദേഹത്തെ കാറിൽ കയറ്റി നൽകുന്ന സന്ദേശം എന്താ? ഏതെങ്കിലും അത്രമാത്രം ബോധമില്ലാത്ത ഒരാളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയാലോ ആരെ കാറിൽ കയറ്റണം, ആരോട് ചിരിക്കണം, ആരോട് എതിർക്കണം എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാലോ. ആരോട് കടക്ക് പുറത്തെന്ന് പറയണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാലോ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അത്രമാത്രം വിവാദങ്ങളിൽ നിൽക്കുമ്പോൾ കാറിൽ കയറ്റിയാൽ അത് താൻ സംരക്ഷിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളൊന്നുമല്ലല്ലോ മുഖ്യമന്ത്രി. അപ്പോൾ ആ കാറിൽ കയറ്റിയത്
കൃത്യമായ സന്ദേശം ഇവിടെ നാളേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ വേദിയിൽ പറയുകയും ചെയ്തു. ഏതെങ്കിലും ഒരു നേതാവോ നേർക്കുനേർ അത്തരത്തിൽ പറയുന്നത് കേരളത്തിൽ ആദ്യവുമാണ്, അത് സ്വാഗതാർഹമാണ്. 30 സെക്കൻഡ് ഹാഷ്മി 30 സെക്കൻഡ് പറഞ്ഞു പൂർത്തിയാക്കും. ഹാഷ്മി 30 സെക്കൻഡ് എ കെ ബാലൻ പറയുന്നത് എന്താ? 2012 മുതൽ നരേന്ദ്രമോദി പറയുന്ന ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തോട് ദാ നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, നിങ്ങൾക്കൊരു ശത്രു നിങ്ങളെ തീർക്കാൻ വരുന്നു, 85% വരുന്ന ഹിന്ദുക്കളെ തീർക്കാൻ ദാ കുറെ മുസ്ലിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഗുസ്പേട്ടിയയുമായും അവരെ മറ്റും അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ നോക്കിയത്. കേരളത്തിൽ ഇന്ന് എ കെ ബാലന്റെ പ്രസ്താവന അതല്ലേ? കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തോട് നോക്കി പറയാൻ ദാ UDF അധികാരത്തിലേക്ക് വന്നാൽ ഇവിടെ മുസ്ലിം തീവ്രവാദികൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ രാജ്യത്ത് 0.2% പോലും വോട്ടില്ലാത്ത ഈ വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തരം പോലും കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. എന്താ സന്ദേശം? വെൽഫെയർ പാർട്ടി പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ മൊത്തത്തിൽ 3000 അംഗങ്ങളൊന്നും മൊത്തത്തിലുള്ളൂ. അത് 0.2% ഒന്നുമില്ല, അത്രയൊന്നുമില്ല. ഞാൻ എത്താം. CVS ഇതിന്റെ ഇവിടെ മാറാടുണ്ടായി. ശരി, വെൽഫെയർ പാർട്ടിക്ക് കിട്ടിയ വോട്ട് 0.2% അല്ലേ? ഓക്കെ. CVS ഇതിന്റെ ഇവിടെ മാറാട് കേരളത്തിന്റെ വേദനയാണ്. പല മുറിവുകളിൽ ഒരു മുറിവാണ്. CVS ഇതിന്റെ ഇവിടെ അന്ന് മാറാട് ഉണ്ടായതിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാറാട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് എത്ര തെരഞ്ഞെടുപ്പ് ഉണ്ടെന്നേ, ഒരു തെരഞ്ഞെടുപ്പിൽ BJP പോലും മാറാട് എന്ന് പറഞ്ഞിട്ടില്ല. വോട്ട് വാങ്ങാനുള്ള ഒരു സംഗതിയായത് ആരും കണ്ടിട്ടില്ല. നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. കാര്യം അത് നമ്മുടെ കൈൻഡ് പൊളിറ്റിക്സ് അല്ല, അത് ഉത്തരേന്ത്യൻ ഒരു മോഡലാണ്. നേരത്തെ രാജു പി നായർ പറഞ്ഞതുപോലെ പഴയ കലാപങ്ങൾ ഓർപ്പിക്കുക, ഗുജറാത്തിൽ ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകുമെന്ന് പേടിപ്പിക്കുക. അതേ സ്ട്രാറ്റജി അതിനേക്കാൾ പ്രൊപ്പഗണ്ട കരുത്തോടെ വേറെ ആളുകൾ എടുത്ത് പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടോ ശ്രീ VS ജിതിൻദേവ്? ഹാഷ്മിയുടെ ചോദ്യത്തിനകത്തൊരു ഒളിയമ്പുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. സന്തോഷം. പിന്നെ ഈ മാറാട് പറഞ്ഞിട്ടില്ലെന്നൊന്നും പറയരുത് ഹാഷ്മി. കാരണം പറഞ്ഞതിൻ്റെ തെളിവ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ലോക്സഭാ ഇലക്ഷൻ, അതായത് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവിടെ കുമ്മനം രാജേട്ടനെതിരെയുള്ള ഏറ്റവും വലിയ പ്രചരണം, പ്രത്യേകിച്ച് ഭീമാപ്പള്ളി അതേപോലെയൊക്കെയുള്ള മുസ്ലിം മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇവരുടെ രണ്ടുപേരുടെയും പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് കെട്ടി അനൗൺസ്മെന്റ് മാറാടായിരുന്നു. ആ സമയത്ത് കുമ്മനം മാറാടിന് വേണ്ടിയിട്ട് മാറാട് ജാതി പറയുന്നു, വലിയ പ്രസംഗം. അതുകൊണ്ട് മാറാട് പറഞ്ഞൊക്കെ കോൺഗ്രസ് വോട്ട് കിട്ടിയിട്ടുണ്ട്, CPM വോട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ VD സതീശൻ എന്താണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതെന്ന് ഹാഷ്മി നാം പരിശോധിക്കാൻ തയ്യാറാകണം. അദ്ദേഹത്തിനൊന്നും ഈ പറഞ്ഞ മുസ്ലിം മതത്തിനോടോ അല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റോ കടപ്പാടൊന്നും അല്ല. എങ്ങനെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവരുടെയൊക്കെ ലക്ഷ്യം. സതീശന്റെ മതേതരത്തിന്റെ അളവുകോല് മതമാണ്. നോക്കൂ, KM ഷാജി, വെള്ളാപ്പള്ളിയെ പറ്റി പറയുമ്പോൾ വെള്ളാപ്പള്ളി എന്തായാലും ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ, അദ്ദേഹം ഒരു സമുദായ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ ഏറ്റവും വലിയ രീതിയിൽ മതം പറഞ്ഞ രാഷ്ട്രീയ നേതാവാണ് KM ഷാജി. മതമാണ് പ്രശ്നം. 10 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം MLA-മാരുടെ എണ്ണം കൂട്ടാനല്ല, 10 വർഷം കൊണ്ട് സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. അത് പറഞ്ഞ KM ഷാജിയെ തെള്ളിപ്പറയാൻ ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പോഴും KM ഷാജി VD സതീശന്റെ തോളിരിക്കുകയല്ലേ, അദ്ദേഹം അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തെ തെള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ കണക്കെടുത്തു. രാജു പി നായർക്ക് തൻ്റെ ഉണ്ടോ ഈ ചാനൽ ചർച്ചയിൽ പറയാൻ ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ടാന്ന്, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണ്ടാന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് SDP-യെ തള്ളി പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടോ? ഇവിടെ ഞങ്ങളുടെ കൊല്ലത്ത് കോർപ്പറേഷനിൽ ഭരണം കിട്ടിയപ്പോൾ ആദ്യം അവിടുത്തെ കോർപ്പറേഷൻ മേയർ സന്ദർശിച്ചത് അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയത് SDP-യുടെ നേതാക്കന്മാരുമായിട്ടാണ്. SDP ഇവിടെ അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇതേ കൊല്ലത്ത് തന്നെ കഴിഞ്ഞ 5 വർഷം ഒരു വഴി ഒരു പഞ്ചായത്തുണ്ട്, അവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്നത് ഈ SDP പിന്തുണയിലാണ്. SDP എന്താ മതേതര പാർട്ടിയാ? ജമാഅത്ത് ഇസ്ലാമി മതേതര സംഘടനയാ? ഇതൊക്കെ പോയി പ്രസംഗിക്കുന്നവരെയാണ്. സൂഫി ആശയത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിലേറ്റിക്കൊണ്ടാണ് കാന്തപുരത്തിന്റെ വേദി. PDP ഒരു മതേതര പാർട്ടിയാണോ? PDP ആ വാദം LDF-കാരുടെയാണ്, പിണറായി വിജയന്റെ മാത്രം വാദമാണ്. PDP ഒക്കെ ഒന്നാം തരം വർഗീയ പാർട്ടിയാണ്. കേരളത്തിലെ PDP അല്ല, കശ്മീരിലെ PDP. സാധിക്കാത്ത ഏറ്റവും വലിയ ഞാനൊരു കരുനാപ്പള്ളിക്കാരനല്ലേ. കേരളത്തിലെ PDP-യുടെ കാര്യമല്ല, കശ്മീരിലെ PDP, മുഫ്തിയുടെ PDP. നിങ്ങൾ ചേർന്ന് ഭരിച്ചതാ കാശ്മീരിൽ.
മുഫ്തിയുടെ PDP പറ്റിയാണ് ചോദിച്ചത്. മുഫ്തിയുടെ PDP ആയിട്ട് ഇപ്പൊ BJP എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാന്നേ. അങ്ങ് പരിശോധിക്കൂ. എന്തിനാണ് ആ സംഖ്യ ഞങ്ങൾ വിച്ഛേദിച്ചത് അങ്ങ് പരിശോധിക്കൂ. ഞങ്ങളുടെ വോട്ട് മേടിക്കലല്ല, നിങ്ങളുടെ സഖ്യം ചേർന്ന് ഭരിച്ചു. ഞങ്ങൾ തോളിനെടുത്ത് താഴെയിട്ടല്ലോ. ഇത് വർഗീയ സംഘടന പോലുമല്ല, വിഘടനവാദികളെ പിന്തുണയ്ക്കുന്ന സംഘടന എന്ന നിങ്ങൾ ആരോപണം. വിഘടനവാദികളെ എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന വിഘടനവാദികളെ പിന്തുണയ്ക്കുന്ന സംഘടന എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ചേർന്ന് ഭരിച്ച നിങ്ങളാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിൽ ഇവരെ കുറ്റം പറയുന്നത്. എന്തൊരു അസംബന്ധം. ജമാഅത്ത് ഇസ്ലാമി ഹാഷ്മിനെ പഠിക്കുന്നത് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളൊന്നുമല്ലല്ലോ, നിങ്ങളൊരു മതേതരനല്ലേ? അല്ല ജിതിന്റെ ഈ കേരളത്തിൽ ഏറ്റവും വലിയ വർഗീയ സംഘടന. അല്ല ജിതിന്റെ ഇവിടെ വിഘടനവാദികൾ ചേർന്ന് BJP ഭരിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയൊരു അതിന് മറുപടി ഇല്ലാത്തപ്പോഴത്തേക്ക് ഉടനെ വേറെ ചുറ്റെടുത്ത് നോക്കല്ലേ. ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ. നിങ്ങൾ ചേർന്ന് ഭരിച്ചോ? വിച്ഛേദിക്കാൻ തയ്യാറായേ? അത് നിങ്ങൾ ചേർന്ന് ഭരിച്ചോ? ഞങ്ങളത് വിച്ഛേദിക്കാൻ തയ്യാറായോ? നിങ്ങൾ ചേർന്ന് ഭരിച്ചോ? ഞങ്ങളത് വിച്ഛേദിക്കാൻ നിങ്ങളിപ്പോൾ ജമാഅത്ത് പോലെ വർഗീയതൊന്നുമല്ല, അത് വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയുമായി ചേർന്ന് ഭരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാകുമ്പോഴേക്കും ഒരു തന്ത്രപരമായി വിച്ഛേദിച്ചു. ഇസ്ലാമി മതേതര സംഘടന അഭിപ്രായം ഹാഷ്മിക്കുണ്ടോ? PDP അല്ലല്ല മതേതര സംഘടനയാണെന്നുള്ള വാദം ഹാഷ്മിക്കുണ്ടോ? കാശ്മീരിലെ PDP മതേതര സംഘടനയാണോ ഇതിന്റെ? ഉപചോദ്യമല്ലല്ലോ. കാശ്മീരിലെ PDP മതേതര സംഘടനയാണോ? ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര പ്രസ്ഥാനങ്ങളാണ് എന്ന വാദം നിങ്ങൾക്കുണ്ടോ? എനിക്കില്ല. SDPI മതേതര സംഘടനയാണെന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? എനിക്കില്ല. 100% ഇല്ല. മതേതര സംഘടനയാണെന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കില്ല, 100% ഇല്ല. അത് മതസംഘടനയാണ്. പക്ഷെ ഇതിന്റെ ഇവിടെ കാശ്മീരിലെ PDP മതേതര സംഘടനയാണോ? നിങ്ങൾ ചേർന്ന് ഭരിച്ചവർ, നിങ്ങളുടെ കൂട്ടുകാരായിരുന്നവർ. എന്തിനാണ് ഹാഷ്മി ഹിമസാഗർ എക്സ്പ്രസിന് കാശ്മീരിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാരായിരുന്നവർ PDP നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാണ്. അവർ മതേതരവാദികളാണ്. ഇതിന്റെ നിങ്ങൾ എന്തിനാണ് ഹിമസാഗർ എക്സ്പ്രസിൽ കയറി കാശ്മീരിലേക്ക് പോകുന്നത്? നിങ്ങൾ കേരളത്തിൽ നിൽക്കൂ കാശ്മീർ. VS ഇതിന്റെ താങ്കൾ ചോദിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി SDP മതേതര സംഘടനയാണ്. ഞാൻ പറയുന്നു അല്ലെന്ന് പറയുന്നു. എന്റെ മറുചോദ്യം, കാശ്മീരിൽ നിങ്ങൾ ചേർന്ന് ഭരിച്ച PDP മതേതര സംഘടനയാണോ? ആണോ? PDP ഞങ്ങളുടെ സഖ്യകക്ഷി അല്ലല്ലോ ഹാഷ്മി. ചേർന്ന് ഭരിച്ചതേ നിങ്ങൾ. ഞങ്ങൾ ബന്ധം എന്നേ ഉപേക്ഷിച്ചു. നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാണ്. ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ വലിയ വർഗീയ പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് എടുത്ത നിലപാട് അധികാരം കിട്ടാൻ വേണ്ടി ചേരാം വെള്ളം ചേർത്ത് PDP മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചില്ലേ? അധികാരം കിട്ടാൻ വിഘടനവാദികൾ അധിക്ഷേപിക്കുന്നവരുമായി നിങ്ങൾക്ക് ചേർന്ന് ഭരിക്കാം. അപ്പൊ ആരും മോശമൊന്നും അല്ലെന്ന് ഇതിന്റെ പറഞ്ഞു പൂർത്തിയാക്കൂ. പക്ഷെ ആരും മോശമൊന്നും അല്ലെന്ന് ഞാൻ പറയാം. പരസ്യമായിട്ടല്ലേ ഹാഷ്മി? അത് പരസ്യമായ സഖ്യമല്ലേ? വന്ന് മതേതരത്വം പറയുക. പരസ്യമായ വിഘടനവാദികൾ അധിക്ഷേപിക്കുന്നവരുമായി ഇവിടെ അധികാരം പങ്കിടാൻ നിങ്ങൾക്ക് യാതൊരു മടി ഉണ്ടായിട്ടില്ല. തലേ മുണ്ടിട്ടിട്ട് ഒരു മിനിറ്റ് ഹാഷ്മി, ഞാൻ പൂർത്തിയാക്കട്ടെ. മതേതരത്വം പറയുക, തലേ മുണ്ടിട്ടിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നാമ്പുറങ്ങളിൽ പോവുക. ഇതല്ലേ VD സതീശന്റെ മതേതരം? എത്രയോ കാലമായിട്ട് ഇദ്ദേഹം ഹൈന്ദവ സംഘടന നേതാക്കന്മാരെല്ലാം അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. SNDP യോഗത്തെ അപമാനിക്കുക, NSSനെ അപമാനിക്കുക. എന്താണ് ഇതിനകത്തുള്ളത്? ഇതിനകത്ത് കൃത്യമായിട്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്ന ഇവരാണ്. അന്ന് ചോദിച്ച ചോദ്യം, മാറാട് ഉൾപ്പെടെയുള്ളത് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് അതുവഴി എന്തെങ്കിലും വോട്ട് കിട്ടുമോ എന്ന് ശ്രമിക്കുന്നത് ഇടതുപക്ഷമാണ്. അന്നും ഇന്നും എന്നും BJP ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നത് വികസനമാണ്. വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മുഖ്യമന്ത്രിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇവിടെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുകയാണെന്നുള്ളതാണല്ലോ മാധ്യമങ്ങളുടെ ഉൾപ്പെടെയുള്ള പ്രചരണം. അതിനെ കണക്ക് വെച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസനത്തിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണിയും BJPയും NDAയുമാണ്. ഇവിടെ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, വർഗീയത പറഞ്ഞ്, പ്രീണനം നടത്തി വോട്ട് തേടുന്നത് ഈ രണ്ട് മുന്നണികളുമാണ്. നിങ്ങളെപ്പോലുള്ള മതേതര നിലപാടുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടുന്നത് ഇതേപോലുള്ള ഈ രണ്ട് മുന്നണികളെയും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ തയ്യാറാകണം ഹാഷ്മി. അതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംസ്ഥാനത്തോടുള്ള കടമ. കാരണം നമ്മുടെ നാടിന് വികസനം ആവശ്യമാണ്. ഇവർ തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് എന്താണ് പറയുക, ഒരു നറേറ്റീവ്, ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ അജണ്ട സെറ്റ് ചെയ്യുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കും ഉണ്ടാകണം, ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനും ഉണ്ടാകണം. ആ തിരിച്ചറിവിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. മറുപടി കേൾക്കാം. CR നീലകണ്ഠൻ, അതെന്തായാലും മനസ്സിലാക്കാൻ ഈ കേരളത്തിലെ ജനത്തിന് ബോധമുണ്ട് എന്നാണ് എൻ്റെ ധാരണ. ഇപ്പോൾ ഒരു പ്രത്യേക സമയം വരെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ, ആ സമയം കഴിയുമ്പോഴേക്കും ജമാഅത്തെ ഇസ്ലാമിയും UDF മറ്റേ സാധനം മറിച്ച സാധനം എന്നൊക്കെ പറയാം. ഈ ധ്രുവീകരണവും ഇത് ധ്രുവീകരിക്കാനാണെന്നും ഇത് വോട്ട് നേടാനുള്ള തന്ത്രങ്ങളാണെന്നും മനസ്സിലാക്കാനും മാത്രം ബോധമില്ലാത്തവരാണ് കേരളത്തിലെ വോട്ടർമാർ എന്ന് കരുതാവോ CR? ഞാൻ ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല. എനിക്ക് കേരളത്തിലെ വോട്ടർമാർ വളരെ വിശ്വാസമുള്ള ആളുകളാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം, കഴിഞ്ഞ കുറേ കാലമായി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന കാലം എനിക്കും ഹാഷ്മിക്കും അറിയാം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മുഖപ്രസംഗം എഴുതിയത് എൻ്റെയിലും ഹാഷ്മിയുടെയിലും ഉണ്ട്.
അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, വെൽഫെയർ പാർട്ടി പോലുമല്ല. വെൽഫെയർ പാർട്ടി ആയത് അതിന് ശേഷമാണ്. ജമാഅത്തെ ഇസ്ലാമി 77 വരെ വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വലിയൊരു വിഷയമാവുന്നത് അവർ അടിയന്തരാവസ്ഥക്കെതിരായി BJPയുടെ കൂടെ വോട്ട് ചെയ്തവരാ. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കാൻ RSSും ജമാഅത്തെ ഇസ്ലാമിയും CPM ഒന്നിച്ച് വോട്ട് ചെയ്ത്, അതിൽ ഞാനൊരു തെറ്റും പറയില്ല, അത് അപ്പോഴത്തെ ഒരു ആവശ്യമാണ്. പ്രശ്നം അതല്ല, പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി ഒന്നുമല്ല. ഞാൻ ഇടതുപക്ഷ BJPക്കാരോട് ഒന്നും പറയാനില്ല, കാരണം അവർ വർഗീയത ഇല്ല എന്ന് പറഞ്ഞത്. അടിസ്ഥാനപരമായി വർഗീയതയിൽ മാത്രം ജനിച്ച് RSS എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ എല്ലാ തലകളും ഈ രാജ്യത്ത് ഇസ്ലാമോഫോബിയയും ബീഫിനെതിരായും മറ്റേ ബാക്കിയുള്ളതിനെതിരായും പള്ളിക്കെതിരായും പള്ളി പൊളിക്കലും ഒക്കെ ആയിട്ട് അതിനൊക്കെ ന്യായീകരണം, അതൊക്കെ വികസനമാണ്. പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നതും വികസനമാണ്. അത് നിൽക്കട്ടെ, ആ വികസനത്തിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയണില്ല. കേരളത്തിൽ അതൊന്നും ഓടാൻ പോകില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് പറയേണ്ടി വരും. ഇടതുപക്ഷം ഇത്രയും കാലം ഇവർക്ക് കൂടെ നിന്ന ജമാഅത്തെ ഇസ്ലാമി 2011 തെരഞ്ഞെടുപ്പ് വരെ എനിക്കറിയാം, ഹാഷ്മിക്കും അറിയാം. ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ട ഒരാളാണ്. അതിനു മുമ്പ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങളോട് തോളോട് തോൾ ചേർന്നാണ് അന്ന് ജമാഅത്തെ ഇസ്ലാമികൾ തെരഞ്ഞെടുപ്പിൽ വന്നത്. പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. പ്രശ്നം ഒറ്റ കാര്യം, ഈ ബാലനോ പിണറായി വിജയനോ പറയുന്നത് കേരളത്തിന് പുറത്തെ ഒരു സ്റ്റേറ്റിൽ CPM പറയുമോ? അതാണ് ആദ്യത്തെ ചോദ്യം. ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പോയി CPM ഇങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, അവിടെ BJPക്കെതിരായ സഖ്യത്തിൽ അവിടെ ഒരുപക്ഷെ ഇപ്പോൾ ഈ എന്താ പറയുക, മുസ്ലിം മതത്തിൽ ആശ്രയിക്കുന്ന സംഘടനകളുണ്ടാവും, ബാക്കിയുള്ള സംഘടനകളുണ്ടാവും, ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, BJP ഉപയോഗിക്കുന്ന തന്ത്രം എന്താ? ഇസ്ലാമോഫോബിയാണ്. അതിനെയാണ് കൗണ്ടർ ചെയ്യേണ്ടത്. BJP ഉപയോഗിക്കുന്ന ഇസ്ലാമോഫോബിയാണ്. ആ ഇസ്ലാമോഫോബിയ BJP എല്ലാ ഇസ്ലാമിനെതിരാന്ന് പറയില്ല. ഇപ്പം ജിതിൻ ദേവിനോട് ചോദിക്കൂ, ഞങ്ങൾ ഭീകരവാദിക്കെതിരാണ്, ഞങ്ങൾ മറ്റവർക്കെതിരാണ്, ഞങ്ങൾ ഇവർക്കെതിരാണ്. പക്ഷേ PDP, കാശ്മീരിലെ PDPയുടെ കൂടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടും. ഇപ്പോൾ കാശ്മീർ ചോദിച്ചതുപോലെ ഈ തന്ത്രം യഥാർത്ഥത്തിൽ കേരളത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല. അതാരാവട്ടെ, UDF ആവട്ടെ, LDF ആവട്ടെ, ജമാഅത്ത് ഇസ്ലാമിയെ കാണിച്ച് മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാനോ അല്ലെങ്കിൽ ഹിന്ദു വോട്ട് നേടാനോ പറ്റില്ല. മാത്രമല്ല, ഇപ്പോൾ മാറാടിനെ പറ്റി ചോദിച്ചു. ആരാണ് മാറാട് കേസിലെ പ്രതികൾ? ലിസ്റ്റ് കാശ്മീരിലും നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ, കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടല്ലോ മുമ്പിൽ. ഏതൊക്കെ പാർട്ടികളുണ്ട് അതിൽ ഹിന്ദു സംഘടന, ഹിന്ദു മുന്നണിയോ അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു, ലീഗ് ഉണ്ടായിരുന്നു, വളരെ കുറച്ച് കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ തിരുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും മാറാട് കലാപം ഇപ്പം പറഞ്ഞാൽ ആർക്കെതിരെ നടത്തിയ കലാപം, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുക. കാരണം മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി ഗുജറാത്ത് കലാപം, ഗോദ്ര എവിടെ പോയാലും പ്രശ്നമായിരിക്കും. ഗോദ്ര അദ്ദേഹത്തിൻ്റെ ഒരു ട്രംപ് കാർഡാണ്. ഗോദ്ര പറഞ്ഞാൽ 2000 മുസ്ലിങ്ങളെ കൊന്ന അല്ലെങ്കിൽ വംശീയ ഉന്മൂലനം നടത്തിയ ഒരു സാധനത്തിനെ രക്ഷപ്പെടുത്താനാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ AK ബാലൻ്റെ പ്രസ്ഥാനം, ഇന്നലെ TP സെൻകുമാർ, ജിതിൻ ദേവിൻ്റെ ഒരു നേതാവാണല്ലോ, TP സെൻകുമാർ ഇന്നലെ പറഞ്ഞ് നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, പറവൂരിൽ സതീശനെതിരായി ഹിന്ദുക്കളെല്ലാം ഒന്നിച്ച് രണ്ടാമത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. എന്താ അതിൻ്റെ അർത്ഥം? ഇതുവരെ അതിനെ അപലപിക്കാൻ BJP തയ്യാറായിട്ടില്ല, ആരും അപലപിക്കാൻ തയ്യാറായിട്ടില്ല. രണ്ടാമത് നിൽക്കുന്ന ഹിന്ദുവിന് വോട്ട് ചെയ്യണം. രണ്ടാമത് നിൽക്കുന്ന ഹിന്ദുവിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ടാ പോണേ? ഈ രാഷ്ട്രീയം ഇങ്ങനെ പോകാൻ കഴിയും? ഇതിൽ ആര് ജയിക്കണോ തോൽക്കണമെന്ന് രണ്ടാമത്തെ വിഷയമാണ് ഹാഷ്മി എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ജയിക്കൽ UDF ജയിക്കട്ടെ, LDF ജയിക്കട്ടെ, BJP ജയിക്കരുതെന്ന് എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. അല്ല സിയാർ, സാക്ഷാൽ വെള്ളാപ്പള്ളി അവിടെ വന്ന് നിന്ന് അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്ത് അവിടെ സതീഷിനെ തോപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ ഒരു സെൻകുമാർ പറഞ്ഞാൽ അവിടുത്തെ വോട്ടർമാരും കേൾക്കും എന്ന് കരുതാവും. ഞാൻ പറയുന്ന VD സതീഷ് ജയിക്കണമെന്നല്ല, രാഷ്ട്രീയമായി ആരെങ്കിലും ജയിക്കട്ടെ, അതല്ല വർഗീയമായി ഇന്നൊരാളെ തോപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞു കേട്ടില്ല. പിന്നാണോ ഏതോ സെൻകുമാർ പറഞ്ഞ? ഞാൻ എത്താം ശ്രീ SK സതീഷ്. ഇവിടെ മാറാട് പിന്നെയും പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വേദിയിൽ. ന്യൂനപക്ഷ സംരക്ഷണവും ഈ പറഞ്ഞ കാര്യമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതിനൊടുവിലാണ് അത് പറഞ്ഞത്. പക്ഷേ മാറാട് പറയുന്നത് അത് തുടങ്ങി വെക്കുന്നത് വെള്ളാപ്പള്ളിയാണ്, ഏറ്റുപിടിച്ച അവാസ്തവം കൂടി ചേർത്ത് പറഞ്ഞ AK ബാലനാണ്, അതിന് പിന്തുണ കൊടുത്തതും ആവർത്തിക്കുന്നതും മുഖ്യമന്ത്രിയാണ്. കലാപങ്ങൾ പിന്നെയും ഓർമ്മിപ്പിക്കുക എന്ന സ്ട്രാറ്റജി അത് CPMന്റെ ലക്ഷ്യതന്ത്രമാണോ അതോ CM ഓഫീസിന്റെ സ്ട്രാറ്റജിയാണോ ശ്രീ SK സതീഷ്? അല്ല, നിങ്ങളിൽ പലരും ചേർന്ന് തെറ്റായ വ്യാഖ്യാനങ്ങൾ നടക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായ നിരവധിയായ നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വർഗീയ അസ്വാരസ്യങ്ങളില്ലാതെ ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു എന്ന്. UDFന്റെ ഭരണകാലം
10 വർഷം മുമ്പ് കേരളത്തിൽ ഇതുപോലെയുള്ള കലാപങ്ങൾ ഉണ്ടായിരുന്നു. ആ കലാപങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലുൾപ്പെടെ യു ഡി എഫ് ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളും നയങ്ങളുമെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ പ്രസംഗത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ അന്ന് ആ കലാപത്തിൻ്റെ ഭാഗമായി ആ കലാപത്തിന് ശേഷം ആ കലാപം വീണ്ടും ആളിക്കത്തിക്കാൻ വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വർഗീയ വിഷം ചീറ്റുന്ന പ്രവീൺ തൊഗാഡിയ കോഴിക്കോട് വന്ന് പ്രസംഗിച്ചു. അങ്ങേയറ്റത്തെ വർഗീയ പരാമർശങ്ങൾ, കലാപം ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള ഉത്തരേന്ത്യൻ മോഡൽ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന് എതിരെ എന്ത് നിലപാടായിരുന്നു ഇവിടെ കോൺഗ്രസും അതുപോലെ അന്നത്തെ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ച വ്യത്യസ്തമായ സമീപനമായിരുന്നു. ആ കേസ് തന്നെ തള്ളിക്കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ കേസ് പോലും പിൻവലിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരം എല്ലാ ശക്തികളെയും, കലാപം ഉണ്ടാക്കുന്ന ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഇവിടെ ഒരാൾക്ക് നേരെ പോലും അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കില്ല, പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഉണ്ടാവില്ല. തെറ്റാര് ചെയ്താലും ആ തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് തന്നെ ശക്തമായി നിലപാട് സ്വീകരിക്കും എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ നിലപാടാണ് വർഗീയ അസ്വാരസ്യങ്ങളില്ലാതെ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കഴിയുന്നത്. അത് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യം ഞങ്ങൾ ഉറപ്പുവരുത്തുകയും പറയുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം നമ്മൾ കാണേണ്ടത്, ഇവിടെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും നിലപാടെന്താണ്? ഈ രാജ്യത്ത് സംഘപരിവാരത്തെ പ്രതിരോധിക്കാനുള്ള നിലപാടെന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയാണല്ലോ, ബീഹാറിൽ 6 MLA-മാരുള്ളത്, 6 MLA-മാരും NDA പക്ഷത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാണല്ലോ നമ്മൾ കാണുന്നത്. രാജ്യത്തുടനീളം ഈ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളുകൾ BJP-യോടൊപ്പം പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതെല്ലാം കേരളത്തിലുൾപ്പെടെ നാം കാണുന്നുണ്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ വേണ്ടി, വർഗീയതയെ പ്രതിരോധിക്കാൻ വേണ്ടി ഇനി തെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റുപോയാലും അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് സംഘപരിവാരത്തിൻ്റെ ആളുകൾ പറയുന്നു ഈ VD സതീശൻ ജയിക്കുന്നത് ഞങ്ങളുടെ വോട്ട് നേടിയിട്ടാണ് എന്ന്. അല്ല എന്ന് പറയാനോ അവരോട് തിരിച്ച് സംസാരിക്കാനോ കഴിയുന്നുണ്ടോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന്? പറയില്ലല്ലോ. ഈ RSSകാർ ആരാധിക്കുന്ന ഗോൾവാൾക്കറുടെ ചിത്രത്തിൻ്റെ അടിയിൽ പോയി വിളക്ക് കൊളുത്തി സേവാഭാരതിയുടെ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ലല്ലോ. അവരാണ് ഇവിടെ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നത് ആ പാർട്ടിയുടെ പരിപാടിക്കനുസരിച്ചാണ്, ഭരണഘടനയും പരിപാടിയും അനുസരിച്ചാണ്. ആ പരിപാടി അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താണോ മുന്നോട്ട് വെക്കുന്നതെന്ന് വ്യക്തമായി പരിപാടിയിലൂടെ പറഞ്ഞുകൊണ്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. ആ പാർട്ടി പരിപാടിക്കകത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായി ഈ രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ സംഘപരിവാരം നിഷേധിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം അവർ സാമ്പത്തികമായും സാമൂഹികമായും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്കാവസ്ഥ, ഇതെല്ലാം പരിഹരിക്കാൻ ക്രിസ്ത്യൻ ന്യൂനപക്ഷമായാലും മുസ്ലിം ന്യൂനപക്ഷമായാലും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പാർട്ടി പരിപാടിക്കകത്ത് ഓരോ പാർട്ടി മെമ്പറും കൃത്യമായി പിന്തുടരേണ്ട പരിപാടിക്കകത്ത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടേ ഒരു CPM പ്രവർത്തകന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അതാണ് CPM മറ്റ് പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. കോൺഗ്രസിന് എവിടെയെങ്കിലും അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ? അവരെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമോ? അതൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. അവർ ഒരേ നയം പിന്തുടരുകയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയത ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതായത് BJP തീവ്രമായ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അത് മൃദുത്വമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് എപ്പോഴും കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമത്തിൻ്റെ പരാജയമാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിച്ചത്. സതീഷ്, 2006-ൽ പ്രതിപക്ഷ നേതാവ് ഈ ഗോൾവാൾക്കറിന്റെ ചിത്രം പറഞ്ഞു. രാഷ്ട്രീയമായി ശരിയാണോ എന്ന് രാജീവ് പി നായരും VD സതീശനും പറയട്ടെ. തെറ്റാണെന്നാണ് എൻ്റെ നിലപാട്. രാഷ്ട്രീയമായി അത് VS ചിദംബരം പോയി ചെയ്തോട്ടെ. അത് VS ചിദംബരം ചെയ്യേണ്ട പണിയാണ്, പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട പണിയല്ല. സതീഷ്, പക്ഷേ 2006-ലെ കാര്യം പറയുമ്പോൾ ഇവിടെ അതിനുശേഷം ഇങ്ങോട്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിരന്തരം വിഷവർഗീയത തുപ്പിക്കൊണ്ട് നാട് നീളം നടക്കുകയാണ്. സതീഷ് അയാളെ കാറിൽ കയറ്റുന്ന, അദ്ദേഹത്തെ, ആ മനുഷ്യനെ, ആ ബഹുമാനായ വ്യക്തിത്വത്തെ കാറിൽ കയറ്റുന്ന ഒരു കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ കാന്തപുരത്തിൻ്റെ വേദിയിൽ പോയി സംസാരിച്ചല്ലോ. കാന്തപുരത്തെ പറ്റി എന്തൊക്കെ വഷളത്തരമാണ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞു നടക്കുന്നത്. ഒരു വാക്ക് ആ വേദിയിൽ മുഖ്യമന്ത്രി കാന്തപുരത്തിന് അനുകൂലമായി പറഞ്ഞില്ലല്ലോ. എന്താ കാര്യം? അല്ല, ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ CPIM-ൻ്റെ ഒരു അംഗമോ CPIM-ൻ്റെ നിലപാട് പറയുന്ന ആളോ അല്ല. അദ്ദേഹത്തെ കാറിൽ കയറിയതുമായി ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ ശ്രീ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. നിങ്ങൾ
അദ്ദേഹത്തെ കാറിൽ കയറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കാറിൽ കയറ്റും എന്ന് തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയും പറയുന്നത്. ഇത്തരം കാര്യങ്ങളെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു പല നെറേറ്റീവുകളും സൃഷ്ടിക്കാനും പച്ചവർഗീയത പറഞ്ഞു വെള്ളാപ്പള്ളി വലുതായി ഉയർത്തി കാണിക്കേണ്ടതിനെ പറയാൻ അങ്ങേക്ക് കഴിയില്ല. കാണിക്കാതെ വെള്ളാപ്പള്ളി ചെറിയ പറയുന്നത് കാര്യങ്ങൾ പച്ചവർഗീയതയാണ്. വെള്ളാപ്പള്ളി പറയുന്നത് കേരളത്തിന്റെ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെ കുത്തിപ്പുണ്ണാക്കലാണ്. ഈ പറയുന്ന മലപ്പുറം ഒരു പ്രത്യേക രാജ്യമല്ല. ഈ പറയുന്ന രീതിയിൽ കാന്തപുരം പറയുന്നത് കേട്ടാൽ കാന്തപുരം പറയുന്നത് കേട്ടാണ് ഈ സർക്കാർ ഭരിക്കുന്നതെന്ന് പറഞ്ഞു. ആർജവത്തോട് അങ്ങനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടോ? നമ്മൾ ഇല്ല. വെള്ളാപ്പള്ളി പറയുന്ന വർഗീയവാദമാണ് എന്ന് താങ്കൾ പറയുമോ? ഇല്ല. അപ്പോൾ 2006 വി ഡി സതീശന്റെ ആ ചിത്രം ഓർക്കുകയും ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിയുടെ വർഗീയത കാണാതിരിക്കുകയും ചെയ്താൽ അതിൽ പ്രശ്നമില്ലേ ശ്രീ സജീഷ്? 2006 മാത്രമല്ല ഹാഷ്മി, 2006 2002 അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച ഘട്ടങ്ങളിലെല്ലാം ആയാലും RSSന്റെ വോട്ട് നേടിക്കൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് RSSന്റെ നേതാക്കന്മാരുൾപ്പെടെ പരസ്യമായി പറയുന്നു. എന്നാൽ അവരോടൊന്ന് എതിർത്ത് സംസാരിക്കാൻ വേണ്ടി പോലും ശ്രീ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല. അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടി പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. അതിന് അദ്ദേഹത്തിന് ഭയമാണ്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ ഇത് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങളോട്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിന് അദ്ദേഹം ഒന്ന് കാറിൽ കയറുന്നതും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെയുമെല്ലാം വലിയ തോതിൽ പച്ച വർഗീയത പറയുന്ന ഒരാളെ മുഖ്യമന്ത്രി നമ്മുടെ നികുതി പണത്തിന് വാങ്ങി നമ്മുടെ നികുതി പണത്തിന് എണ്ണ അടിക്കുന്ന വണ്ടിക്കകത്ത് കയറ്റി നടക്കുക, ഇനിയും കയറ്റുമെന്ന് പറയുക, അതിന്റെ ശരിയാണെന്ന് മുഖ്യമന്ത്രി പറയുക. ഈ പറയുന്ന മനുഷ്യൻ പിന്നെ വർഗീയത പറഞ്ഞു നടക്കുക. സാറേ, ഈ പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളിയെ പറ്റി നേരത്തെ പിണറായി വിജയൻ വളരെ വ്യക്തമായി പറഞ്ഞാണ്. മുഖ്യമന്ത്രി ഒരു വ്യക്തം പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വ്യക്തം പറഞ്ഞു ഇപ്പോഴൊന്നും അല്ല, നേരത്തെ. എന്ന് പറഞ്ഞാൽ മാൻഹോളിൽ കുടുങ്ങി മരിച്ച നൌഷാദ് മരിച്ചപ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള തൊഗാഡിയ എന്ന് വിളിച്ചു വെള്ളാപ്പള്ളിയെ. വെള്ളാപ്പള്ളിയെ പറ്റി നേരത്തെ മുഖ്യമന്ത്രി ഒന്ന് കേൾപ്പിക്കാവോ? കാര്യത്തിൽ ഏറ്റവും പ്രശംസനീയമായ നിലപാട് സ്വീകരിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് ഈ ഒരു വിവരദോഷം പറഞ്ഞത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവും. ചരിത്രം പഠിക്കുന്നത്, ആരാണ് ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുന്നത്, അത് ചിന്തിച്ചാൽ മതി. വെള്ളാപ്പള്ളി അദ്ദേഹം VS അച്യുതാനന്ദനെയോ പിണറായി വിജയനെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയെയോ പണ്ട് പറഞ്ഞതുകൊണ്ട് ഈ ചെയ്യുന്നതിനൊന്നും ന്യായീകരണമാകില്ല എന്ന് മനസ്സിലായി. സജീഷ്, ഇത് ഈ വെള്ളാപ്പള്ളി നടത്തി ഇപ്പൊ പറയുന്ന വർഗീയതയുടെ 100 പറയാത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട് ഈ പിണറായി വിജയൻ, അന്ന് VS അച്യുതാനന്ദൻ. അതിന്റെ 50 ഇരട്ടി 100 ഇരട്ടി ആവേഗത്തിൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്യുക, നേർക്കുന്ന ധൈര്യത്തിന് ഒരു വാക്ക് പറയാൻ നിങ്ങൾ മടിക്കുക, സജീഷ് അടക്കം. അവിടെയാണ് ഇരട്ടത്താപ്പ്. ആഷ്മി, ഒരു കാര്യം, നിങ്ങൾ പ്രത്യേകമായ നിങ്ങളുടെ ഉദ്ദേശം വെച്ചിട്ടുള്ള ചില നെറേറ്റീവുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വർഗീയതയെ അതിശക്തമായി, വർഗീയപരമായ എല്ലാ കാര്യങ്ങളെയും അതിശക്തമായി പ്രതിരോധിക്കുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് പ്രത്യേകമായി ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ കുബുദ്ധിയോടുകൂടി ഉദ്ദേശിക്കുന്ന ആളുകളുടെ മുന്നിൽ അത് തുറന്നു കാണിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നിലപാട് സമൂഹത്തിൽ എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ പറയുന്ന ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ വർഗീയത ഏറ്റവും ചീറ്റിയ ഈ മറുനാടൻ ഷാജി എന്ന് പറയുന്ന ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ പ്രതിപക്ഷ നേതാവ് ഇഫ്താറിന് ക്ഷണിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്നും വിചാരിക്കുന്നില്ല. ഏതെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ ഒരാൾ ചിരിക്കുന്നതോ ലോക്യം ചെയ്യപ്പെടേണ്ടത് പറയട്ടെ. ഇവിടെ പരമത വിദ്വേഷം, ഇസ്ലാം വിരുദ്ധ മാത്രമല്ല ക്രൈസ്തവ വിരുദ്ധതയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ പേര് നോക്കി, അയാളുടെ സ്ഥലം നോക്കി അയാളെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന ഒരാളോട് സോഫ്റ്റ് കോർണറാ. ഇപ്പം മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് എന്ന് സജീഷ് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി പറയോ? പറയില്ല. MPO ഒന്നും പറയോ? പറയില്ല. നേരത്തെ ആണെങ്കിൽ പറയും, അത് പറഞ്ഞിട്ടുണ്ട്. SK സജീഷ്, എനിക്ക് സംസാരിക്കാമല്ലോ ഹാഷ്മി. എനിക്ക് സംസാരിക്കാൻ താങ്കൾ അവസരം തരികയാണെങ്കിൽ എനിക്ക് കാര്യങ്ങൾ പറയാനുള്ള സമയമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഞാൻ സംസാരിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള സമയം തരണം. അതൊരു സാമാന്യമായ രീതിയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചിലത് നിസ്സാരമായി തള്ളിക്കളയുകയും അപകടകരമായതിനെ നിസ്സാരമായി തള്ളിക്കളയുകയും എന്നാൽ മറ്റു ചിലതിനെ പർവ്വതീകരിക്കുകയും ചെയ്യും. അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഇവിടെ കേരളത്തിൽ പരിശോധിക്കുമ്പോൾ
കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവ്വം ആഹ്വാനം നൽകുക മാത്രമല്ല ആ കലാപവേദിയിൽ വന്ന് പരസ്പരം മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ഉത്തരേന്ത്യൻ മോഡൽ പ്രസംഗിച്ച തൊഗാഡിയുടെ കേസ് പിൻവലിച്ചു കൊടുത്തത്, രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദിയുടെ കേസെടുക്കേണ്ടി വന്ന കേസ് പിൻവലിച്ചു കൊടുത്തത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നേയില്ല. ആ ആളുകളാണ് ഇപ്പുറം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അവർക്കിത് പറയാൻ അവകാശമില്ല എന്നും ആദ്യം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. മറുനാടൻ ഷാജിയെക്കുറിച്ച് പറയണ്ട എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇവിടെ വലിയ തോതിലുള്ള വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചയാളാണ്. അത് പൊതുവെ സമൂഹം അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ആ വ്യക്തിത്വത്തെയാണ് ഇഫ്താറിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണിക്കുന്നത്. അത് കാറിൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന സംഭവം പോലെ, കാറിൽ കയറുന്ന പോലെ ഉള്ള ഒരു വിഷയമല്ല. ഇപ്പോ AP വിഭാഗത്തിന്റെ തന്നെ ആ കാരണം പറഞ്ഞ് ഷാജി എത്ര നാൾ ജയിലിൽ കിടന്നു പ്രസിഡന്റ് ആയിട്ടുള്ള ഇവിടെ സർക്കാരിന്റെ ഒരു ഭരണകൂടം ഉണ്ടല്ലോ. PV Anwar പലയാവർത്തി കേസുമായി വന്നിട്ടുണ്ടല്ലോ. സമയം തരാൻ നിലപാട് മാത്രം മതി. അങ്ങനെ വിദ്വേഷം ഉണ്ടാക്കിയ ഷാജി എത്ര നാൾ ഈ സർക്കാർ ജയിലിൽ കിടന്നു? ആഷ്മി, ഒരു കാര്യം ഒന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് തെന്നിത്തെറിച്ച് പോവല്ലേ CSK സജീഷ്? ഒരു തെന്നിത്തെറിച്ച് പോകുന്ന കാര്യമൊന്നുമില്ല. ഹാഷ്മി എന്തിനാ പ്രയാസപ്പെടുന്നത്? ഹാഷ്മിക്ക് ഞാൻ ഈ ചർച്ചയിൽ വേണ്ട, എൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണ്ട എന്നുള്ള അഭിപ്രായമാണുള്ളതെങ്കിൽ ഇരിക്കാതിരിക്കുന്നതോ വിളിക്കാതിരിക്കുന്നതോ ആണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇത് പറയുന്നത് സംസാരിക്കുക, എന്താണോ ഉദ്ദേശിച്ച കാര്യം അത് പറയുന്നത് പറയാൻ അനുവദിക്കാതിരിക്കുക, അതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഒഴിവാക്കി തന്നാൽ കുറച്ചുകൂടി സൗകര്യമാണ്. താങ്കൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം താങ്കളുടെ ഒരു അവതരിപ്പിച്ചു പോകാം. ഈ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറയുന്ന അസംബന്ധമാണ് എന്നടക്കം കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ഇപ്പോഴും തയ്യാറുണ്ടോ? അതിനോട് ചേർത്ത് മറുപടി പറഞ്ഞോളൂ. എന്താണ് സംശയം ഹാഷ്മി? ഒരു കാര്യം, ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ പറഞ്ഞത് മറ്റ് നിലപാടുകൾ, ഈ നിലപാടിനെയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ അവസാനിക്കുന്ന വിഷയമാണ്. പക്ഷേ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഉയർത്തി കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ VD സതീശനും കൂട്ടരും അവർ കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഏൽപ്പിച്ച പോറലെന്താണ്, ഇവിടെ സംഘപരിവാരത്തിന് എതിരായി ആര് നിൽക്കുന്നു എന്നതാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലും ശ്രീ VD സതീശനും ശ്രീ VD സതീശൻ്റെ കൂട്ടർക്കുമില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ സമീപകാലത്തെയും കേരളത്തിലെ സംഘപരിവാരത്തെ വളർത്തുന്നതിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ 3 പേർ, 4 പേരിൽ 3 പേർ, R ശങ്കറിൻ്റെയും K കരുണാകരൻ്റെയും AK ആന്റണിയുടെയും മക്കളെ BJPക്ക് കൊടുത്ത ആളുകളാണ് ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇപ്പോഴും ഈ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളുകൾ BJPയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവാണ് ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലൊരു സീറ്റ്, രാജ്യസഭാ സീറ്റ്, ഏതാണ്ട് പകുതി കാലയളവുള്ളൊരു സീറ്റ് അവിടെ വിട്ടുകൊടുത്ത് അതിൽ MBA കൊടുത്ത് നവനീത് സിംഗ് ബിട്ടു എന്ന് പറയുന്നയാളെ മോദിയുടെ മന്ത്രിസഭയിലേക്ക് എത്തിച്ചു കൊടുത്തയാളാണ് ഇവിടെ വന്ന് RSSനെ പ്രതിരോധിക്കാൻ വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്ത് അവകാശം? ഇവർ എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ ഏത് വർഗീയതയായാലും ആ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിലപാട് ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തലപൊക്കാത്തത്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകൾക്ക് നേരെ അക്രമം ഉണ്ടാകാത്തത്, എല്ലാവർക്കും സ്വൈര്യവും സ്വസ്ഥവുമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ആ അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി എപ്പോഴും ഇത്തരം കാര്യങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസ് ഒരു കനകോലു സിദ്ധാന്തത്തിലൂടെ ചില കാര്യങ്ങൾ മാത്രം വല്ലാതെ പരാമർശിച്ചു പോവുകയും മറ്റു ചില കാര്യങ്ങൾ എല്ലാം തമസ്കരിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതെല്ലാ കാലത്തും നടക്കുമെന്ന് കരുതണ്ട. അതൊരു കനകോലു സിദ്ധാന്തം മാത്രമാണ്. ചില വിഷയങ്ങൾ മാത്രം മാധ്യമങ്ങളെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുക, മറ്റു ചില വിഷയങ്ങളിലെല്ലാം ഒഴിഞ്ഞു മാറിപ്പോവുക എന്ന മോഡിയുടെ കടുത്ത വർഗീയതയെ നിങ്ങൾ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോൾ തന്നെ വെള്ളാപ്പള്ളിയുടെ ഇങ്ങനെ മൃദു സ്വഭാവത്തിൽ ചേർത്ത് പിടിക്കുമ്പോഴും അതും രാഷ്ട്രീയമായ പ്രശ്നമുണ്ട്. സതീഷ്, അങ്ങനെയൊക്കെ എത്താം. ശ്രീ രാജു പി നായർ കനകോലു ഒരു മൃദുണ്ട് അല്ലെ? അങ്ങ് പറയൂ സാർ. അല്ലല്ല, അങ്ങ് പറയൂ. ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിക്കുന്നുള്ളൂ. മലപ്പുറം പ്രത്യേക രാജ്യമാണെന്ന് പറയുന്ന അസംബന്ധമാണെന്ന് പറയാൻ SK സതീഷിന് പറ്റുമോ? അതിന്റെ മുന്നിൽ വന്നു നിൽക്കണമെന്നുള്ള മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറയുന്നതും കാന്തപുരത്തിനെ പള്ളു വിളിക്കുന്നതും കോട്ടയത്ത് പോയി ക്രൈസ്തവ വിരുദ്ധ പറയുന്നതും അസംബന്ധമാണ്. വെള്ളാപ്പള്ളി നിങ്ങൾ പറയുന്നത് വർഗീയതയാണ്, നിങ്ങൾ കേരള തൊഗാടിയാവരുത് എന്ന് പണ്ട് പിണറായി പറഞ്ഞ ആർജവത്തിൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല, ഉണ്ടോ? എന്ത് സംശയം?
പറയേണ്ടത് പറയേണ്ട അല്ല, ആര് രീതിയിൽ പറഞ്ഞു? എപ്പോഴും പറയും. ആരും ആ നിലപാട് പറഞ്ഞിട്ടില്ല. സ്വീകരിച്ചാണ് പോയത്. ഇതുവരെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. വർഗീയ അസ്വാരസ്യം ഉണ്ടാക്കാൻ കാറിൽ വേണ്ടി ആരെയും കയറ്റിയത് ശരിയല്ല എന്ന് അനുവദിക്കുന്ന ബിനോയ് നിലപാട് പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചിട്ടില്ല. ബിനോയുടെ ശരിയാണ്, എന്റെ ശരി നിലപാട് കാറിൽ ആരും കയറ്റുന്നതാണ് സ്വീകരിക്കാറില്ല. എന്നാണ് മുഖ്യമന്ത്രി പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചില അജണ്ടയുണ്ട്. ആ അജണ്ടക്കനുസരിച്ച് ഞങ്ങൾ സംസാരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കില്ല. അത്രേ ഉള്ളൂ. ഇല്ല, അജണ്ട ഒന്നുമില്ല. നമ്മുടെ സംശയം എന്താണ്? അവർ ചെയ്യുന്നത് പോലെ ഇവിടെ കലാപം ഉണ്ടാക്കാൻ വരുന്ന ആളുകൾക്ക് കേസ് പിൻവലിച്ചു കൊടുക്കലും ഓക്കേ, MD കോളേജിൽ അത് നമുക്ക് രാജ്യപേരോട് ചോദിക്കാം. ഒരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ ബോംബെറിഞ്ഞ് തകർത്ത ABVP കാരന്റെ കേസ് പിൻവലിച്ചു കൊടുക്കലും ഒന്നും ഭരണപരമായി ചെയ്തു കൊടുക്കലല്ല ഞങ്ങളുടെ കടമ. ഓക്കെ, ഇതിനേക്കാൾ നൂറിലൊന്ന് വർഗീയത പറഞ്ഞ സമയത്ത് കടുത്ത ഭാഷയിൽ റോഡിൽ ഇറങ്ങി നിന്ന് നേരിട്ട നേതാവുണ്ട്. ആ നേതാവിന്റെ പേരെന്താണ്? VS അച്യുതാനന്ദൻ. അതിനെ തുടർന്ന് ഈ പറയുന്ന എന്താണ് കേരള തൊഗാടി എന്നും വിഷനാവെന്നും വർഗീയനാവെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നേതാവുണ്ട്. അതിന്റെ പേര് പിണറായി വിജയൻ. ആ വാക്കും ആ നിലപാടൊക്കെ എവിടെ പോയി എന്ന് സ്വാഭാവിക ചോദ്യമാണ്. ശ്രീ രാജു പി നായർ, ഇതെല്ലാം കനകോലു ഐഡിയ ആണോ? ഞങ്ങൾക്ക് ഈ പുള്ളിയുടെ പേര് പലപ്പോഴും ഞങ്ങൾക്ക് ഉച്ചരിക്കാനോ ഞങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ CPM പ്രതിനിധികളുടെ ചർച്ചകളെടുത്തോളൂ. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടുതൽ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സുനിൽ കനകോലു എന്ന് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക. യുക്തൊരവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച്. അത്രയും എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല, രണ്ടുപേർന്ന് പറയാനില്ല. പിന്നെ VD സതീശൻ RSSന്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. ഹാഷ്മിക്ക് ഓർമ്മയില്ലേ, ഈ കഴിഞ്ഞ തവണ മുജാഹിദിൻ്റെ കുറച്ച് ചെറുപ്പക്കാർ അവിടെ ഒരു ലഘുലേഖ വിതരണം ചെയ്തതിൻ്റെ പേരിൽ പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ VD സതീശൻ എടുത്ത നിലപാട്, ആ നിലപാടെടുത്ത VD സതീശൻ്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തത് ഹിന്ദു ഐക്യവേദിയല്ലേ? ഓർമ്മയില്ലേ ഹാഷ്മിക്ക്? ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഇല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ചെന്നിട്ട് SNDP യോഗത്തിനകത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അച്ഛനെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചത്? ഞാൻ ആ വാക്ക് എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. മരിച്ചുപോയ അച്ഛനെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ഈ വെള്ളാപ്പള്ളിയല്ലേ? അവിടെ അമിത്ഷാ ഇറങ്ങിയിട്ടാണ് സതീശനെ തോൽപ്പിക്കാൻ ക്യാമ്പയിൻ ചെയ്തത്. അമിത്ഷാ ഇറങ്ങിയിട്ട് ഇല്ലേ? എന്നിട്ട് കഴിഞ്ഞതിന് മുമ്പത്തെ ഭൂരിപക്ഷത്തെക്കാൾ എല്ലാ വർഷവും ഭൂരിപക്ഷം കൂട്ടി വിജയിപ്പിക്കുന്ന ആളാണ് VD സതീശൻ. അങ്ങനെ ആ VD സതീശനെ പരാജയപ്പെടുത്താൻ ഇനി എന്താണ് മാർഗം എന്ന് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്ന പൊതു സ്വതന്ത്രനും ഇപ്പം TP സെൻകുമാർ പറയുന്ന VD സതീശനല്ലാത്ത ഹിന്ദുവിന് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി ജനം പറവൂരിലുള്ളത് ചിന്തിക്കട്ടെ. എന്തുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന TP സെൻകുമാർ ഒരു പൊതു സ്വതന്ത്രനെ ഒരു VD സതീശനെ തോൽപ്പിക്കാൻ രണ്ടാമതൊരു ഹിന്ദുവിന് വോട്ട് ചെയ്യണമെന്ന് പറയുകയും VD സതീശനെ പരാജയപ്പെടുത്താൻ മറ്റു മാർഗമില്ല, അതുകൊണ്ട് ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണമെന്ന് CPM പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ VD സതീശനെ പരാജയപ്പെടുത്താൻ CPM-ഉം RSS-ഉം BJP-യും എന്ന് പറയുന്ന വർഗീയ കക്ഷികൾ ഒരുമിച്ച് ചേർന്നതാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്. ഞാൻ ആവർത്തിക്കുന്നു, CPM-ഉം RSS-ഉമുള്ള വർഗീയ കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് VD സതീശനെ പരാജയപ്പെടുത്താൻ നോക്കിയിട്ട് സുവർണ ശോഭയോടുകൂടി ഭൂരിപക്ഷം കൂട്ടി മത്സരിച്ച് ജയിച്ച ആളാണ് VD സതീശൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇല്ല, CPM വർഗീയതയാണ്. CPM വർഗീയ കക്ഷിയാണ്. CPM വർഗീയ കക്ഷി അല്ലെങ്കിൽ AK ബാലനെ തള്ളി പറയാൻ അതാണല്ലോ ഹാഷ്മി. വോട്ടിന് വേണ്ടിയല്ലേ RSS-ഉം ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നേരത്തെ ജിതിൻ ദേവ് പറഞ്ഞല്ലോ, 1940 പാകിസ്ഥാൻ രൂപീകരിക്കാൻ കാരണമായ മുഹമ്മദ് അലി ജിന്നയുമായിട്ട് കൂട്ടിയേർന്ന് വെസ്റ്റ് പ്രൊവിൻസിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്ത് കൊൽക്കത്തയിൽ ഉൾപ്പെടെ മത്സരിച്ച് ജയിച്ചത് ആരാ? എപ്പോഴായിരുന്നു? 2ാം ലോക മഹായുദ്ധത്തിൽ കോൺഗ്രസ് ബ്രിട്ടീഷ് സർക്കാരിനോട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആ പ്രൊവിൻസുകളുടെ മുഴുവൻ രാജിവെച്ചപ്പോൾ ഈ പറയുന്ന മുസ്ലിം ലീഗുമായിട്ട്, ഏത് മുസ്ലിം ലീഗ്? മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗുമായി കൂടിച്ചേർന്ന് ഭരണം നടത്തിയവരല്ലേ ഇവർ? PDPയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ആ മന്ത്രിസഭയിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഹാഷ്മി. സജാദ് ലോൺ എന്ന് പറയുന്ന ഒരു വിഘടനവാദി ഉണ്ടായി. ആ സജാദ് ലോൺ എന്ന് പറയുന്ന വിഘടനവാദി അവിടെ മത്സരിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താൽ എൻ്റെ മനസ്സ് വേദനിക്കും എന്ന് പറഞ്ഞ ആളാണ് സജാദ് ലോൺ. ഈ BJP പിടിച്ച് മന്ത്രിയാക്കി. കാശ്മീരിൽ PDPയോടൊപ്പം ചിലപ്പോൾ ഈ BJP പിടിച്ച് മന്ത്രിയാക്കി. അതാണ് BJPയുടെ ദേശസ്നേഹവും വർഗീയത. അവിടെ നിൽക്കട്ടെ, ഞാൻ പോകുന്നില്ല. സജീഷ് പറഞ്ഞ 2ാമത്തെ കാര്യം, ആലപ്പുഴ സീറ്റ് രാജസ്ഥാനിലെ വിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആലപ്പുഴ സീറ്റ് പിടിച്ചു. ഒന്ന് നോക്കൂ, AM ആരിഫിന് 2019 ലഭിച്ച 4 ലക്ഷത്തി ചില്ലാനം വോട്ടിൽ നിന്ന് 2024 തെരഞ്ഞെടുപ്പിൽ 3,05,000 ഏകദേശം 1,05,000 വോട്ട് കുറഞ്ഞു ആലപ്പുഴയിൽ. ആ വോട്ട് ഇവർ വോട്ട് കുറഞ്ഞാൽ അപ്പുറത്ത് പോകുന്നുള്ള വാദമൊന്നും എനിക്കില്ല. അതൊന്നും ഞാൻ അത്തരത്തിലുള്ള ജനാധിപത്യ ബോധമില്ലാത്തവനാണ് അല്ല. പക്ഷേ ഈ പറയുന്ന ഇവിടെ കുറഞ്ഞ വോട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ കൂട്ടി.
ശോഭാ സുരേന്ദ്രൻ 2019 തെരഞ്ഞെടുപ്പേക്കാൾ 1,00,000 വോട്ട് കൂടി. അവിടെ ശോഭാ സുരേന്ദ്രൻ KC വേണുഗോപാൽ അല്ലെങ്കിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയെ അസ്ഥിരപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. ഇവിടുന്ന് രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെട്ടി സിംഗപ്പൂർക്ക് ടൂറിന് പോയതല്ല. ആ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി അസ്ഥിരപ്പെടുത്താൻ 240 കൊണ്ടുവന്നെത്തിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. ലോക്സഭയിൽ ഒരാൾ കൂടേണ്ടത് ആവശ്യമായിരുന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ കഴിയാത്തതിന്റെ കുണ്ഠിതമാണ് ഇവിടെ സജീഷ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഈഴവ വോട്ട് ചോർന്നു വന്ന തിരിച്ചറിവ് ഉള്ള വിലയിരുത്തൽ അല്ലാതെ വെള്ളാപ്പള്ളി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് പിന്നിൽ മറ്റ് ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കലാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ രാജു പി നായർ? ഇതൊക്കെ രാഷ്ട്രീയമാണ്. VS ഇതിന്റെ ഇവിടെ ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ലീഗിനെ NDA ക്ഷണിച്ച ഒരു നേതാവ് നിങ്ങൾക്കുണ്ട്. പേര് ശോഭാ സുരേന്ദ്രനാണ്. ഹാഷ്മി, ലീഗ് വർഗീയ പാർട്ടിയാണെന്ന അഭിപ്രായം കേരളത്തിന്റെ മതേതര സ്വഭാവമുള്ള ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? മതത്തിന് വേണ്ടിയിട്ട് അധികാരം പിടിക്കണം എന്ന് പറഞ്ഞ KM ഷാജിയുടെ പാർട്ടിയല്ലേ? പേരിൽ തന്നെ മതം പേറുന്ന ഒരു പാർട്ടി വർഗീയ പാർട്ടിയല്ലേ? അപ്പൊ അതല്ലെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, അല്ല അവിടെ നിൽക്കട്ടെ ഞാൻ പറയട്ടെ കാശ്മീർ. നിങ്ങൾ ഈ രാജു പി നായർ സംസാരിക്കുന്ന സമയത്ത് ഫുള്ള് കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ കയറി പിടിക്കല്ലേ ഹാഷ്മി? മോശമല്ലേ ഇതൊക്കെ? ഇനി CR നീലകണ്ഠൻ, ഞാനിപ്പം രാജു പി നായരും സജീഷും പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം ഈ ഒരു ചെവി മാത്രം അടച്ചു വെച്ച് ഒരു ചെവിയിലൂടെ മാത്രമേ കാര്യങ്ങൾ കേൾക്കുന്നുള്ളൂ തോന്നുന്നു. എന്തേ KM ഷാജിയുടെ പ്രസംഗം അങ്ങ് കേൾക്കാതെ പോകുന്നത്? എന്താണ് വരുന്നുണ്ടടാ കുന്തിരിക്കാൻ കരുതി വെച്ചോ ഇതിൻ്റെയൊക്കെ കാലം മാർ എന്ന് പ്രസംഗിച്ച ഒരു കുഞ്ഞിന്റെ വായിലേക്ക് ആ മുദ്രാവാക്യം തിരികെ കൊടുത്ത SDPയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങൾ വെള്ളാപ്പള്ളിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ. എന്താ വെള്ളാപ്പള്ളി പറയാത്തുള്ള തെറ്റ്? വെള്ളാപ്പള്ളി ഏത് ആസ്പെക്റ്റിലാണ് അത് പറയാൻ തയ്യാറാണെന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? 2002 പെരിന്തൽമണ്ണയിൽ തുടങ്ങിയ ഒരു കോളേജിന്റെ അഫിലിയേഷന് വേണ്ടി എയ്ഡഡ് കോളേജ് ആക്കാൻ വേണ്ടിയിട്ട് എത്രയോ കാലമായിട്ട് ഇവരുടെ എല്ലാം പുറകെ അദ്ദേഹം നടന്ന് ആ ചെരുപ്പ് തേഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശം അത് ചർച്ച ചെയ്യാനും അത് വീണ്ടും വിളിച്ചു പറയാനും എല്ലാവർക്കും വലിയ താല്പര്യമാണ്. പക്ഷേ അതിനകത്ത് അദ്ദേഹം എന്ത് ആസ്പെക്റ്റിൽ ഇത് പറയുന്നു, എന്താണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള പ്രശ്നം, ഇതാരും ചോദിക്കുന്നില്ലല്ലോ. അതിനുശേഷം എത്ര കോളേജുകളോട് അനുവദിച്ചു കൊടുത്തു? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ നിങ്ങൾ കോളേജ് അനുവദിച്ചു കൊടുത്തിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇല്ലെന്ന് രാജു പി നായർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കരുത്. നിങ്ങളാണ് ഇവിടെ വർഗീയത പറഞ്ഞ് ജനങ്ങളെ തിരിപ്പിക്കാൻ നോക്കുന്നത്, അല്ലാതെ BJP ഒന്നും അല്ല. നിങ്ങൾ BJPയെ പറ്റി വല്ലാതെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. BJPയുടെ വോട്ട് കൂടുന്നതെന്ന് നിങ്ങൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഹിന്ദു സംഘടനാ നേതാക്കന്മാരോടും ഹൈന്ദവ സമൂഹത്തോടും വലിയ പുച്ഛമായി പോയി. അത് തന്നെയാണ് നിങ്ങൾ ഈ പടവലങ്ങ പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ഒരു നേതാവിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, ദളിത് ആദിവാസി സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ സുഖം ലഭിക്കുമെന്ന് മധ്യപ്രദേശിലെ ഫൂൽ സിംഗ് ഭരായിയ എന്ന് പറഞ്ഞൊരു MLA. ഇതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. ഹിന്ദു സംഘടനാ നേതാക്കന്മാരോടെല്ലാം നിങ്ങൾക്ക് പുച്ഛമാണ്, സുകുമാരൻ നായരെ നിങ്ങൾക്ക് പുച്ഛമാണ്, വെള്ളാപ്പള്ളിയെ നിങ്ങൾക്ക് പുച്ഛമാണ്, നിങ്ങളെ എതിർക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഈ തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയത്തെ എതിർക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് പുച്ഛമാണ്. പിന്നെ സജീഷെ, അങ്ങയുടെ പാർട്ടിയും ഈ പറഞ്ഞതുപോലെ മതേതരത്തിന്റെ അപ്പോസ്തലം വരാൻ ശ്രമിക്കരുത്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം അങ്ങേക്ക് പറഞ്ഞുതരാം. നമ്മുടെ മുൻ DGP സിബി മാത്യൂസിന്റെ ഒരു പുസ്തകം ഞാൻ ഇങ്ങനെ റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ്, നിർഭയം, പേജ് 122. ഒക്ടോബറിലാണ് എൻ്റെ ഓർമ്മ. യൂത്ത് ലീഗിന്റെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ വായിക്കുന്നത് ഒരു കാറിൽ പ്രകടനത്തെ മറികടന്നുകൊണ്ട് വന്നു. അപ്പോൾ അത് കണാരൻ MLA ആണെന്ന് മനസ്സിലാക്കി യൂത്ത് ലീഗിന്റെ പ്രകടനക്കാർ കാറിന് മുന്നിലേക്ക് വന്നു. കൊടികെട്ടിയ വടികൊണ്ട് ആരോ കാറിൽ അടിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് മുതിർന്ന നേതാക്കളെത്തി കണാരനെ രക്ഷിച്ചു വിട്ടു. അതിനുശേഷം സംഭവങ്ങളെല്ലാം മാറി. 8 യൂത്ത് ലീഗ് പ്രവർത്തകർക്ക്, നിങ്ങളുടെ ഭാഷ പറഞ്ഞ മുസ്ലിങ്ങൾക്ക്, അവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതേപോലെ ചെറിയ വിഷയങ്ങളെ ഊതിപ്പീർപ്പിച്ച് വർഗീയത കളിച്ചും അതിനകത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തിരികുകയാണ് നിങ്ങൾ അധികാരത്തിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടു കൂട്ടരും വികസനം ചർച്ച ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾക്ക് കൂട്ടായിട്ട് ചില നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകന്റെ ഉടുപ്പണിഞ്ഞ ചില ആൾക്കാരെ നിങ്ങൾ കൂടെ കൂട്ടിരുത്തും. അവര് തരാതരം ആരാണോ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് അവർക്ക് വേണ്ടിയിട്ട് നാക്ക് ചലിപ്പിക്കും. CR നീലകണ്ഠനെ പോലുള്ള അങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, എന്തായാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അങ്ങ് ഓച്ചറയിൽ വന്ന പില്ലർ ഹൈവേ വിഷയത്തിൽ ഇവിടെ വന്ന് നടത്തിയൊരു പ്രസംഗം ഞാൻ പിന്നീട് ഫേസ്ബുക്കിൽ അവരുടെ ലൈവ് ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു പോകുന്നതാണെന്ന് അങ്ങ് ഓർത്തത്. ആ പ്രസംഗം അങ്ങ് എടുത്ത് കേൾക്കണം. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുന്നത് സാർ? മതം പറഞ്ഞ്, ജാതി പറഞ്ഞ്, വർഗീയത പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാകൂ. നിങ്ങൾ വികസനം ചർച്ച ചെയ്യാൻ തയ്യാറേ അല്ല. നിങ്ങൾക്ക് ഓരോ സമയത്തും നിങ്ങളൊരു നറേറ്റീവ് സെറ്റ് ചെയ്യുകയാണ്. അതാത് സമയത്ത് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള നറേറ്റീവാണ്. പിന്നെ രാജു പി നായർ പറഞ്ഞ കാര്യം, അമിത്ഷാ വന്ന് ഇത് ക്യാമ്പയിൻ നടത്തുകയും സതീശൻ ജയിച്ചു വന്നു. ഇദ്ദേഹത്തിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞ് അമിത്ഷാ വന്ന് അവിടെ ഒരു 2 മാസം വീടെടുത്ത് താമസിച്ച് സതീശനെ തോപ്പിക്കണമെന്ന് പറഞ്ഞ് തേരാപ്പാര നടന്നതെന്നൊക്കെ സെൻകുമാർ പറയുന്നത് BJP നിലപാടാണോ? TP സെൻകുമാർ പറവൂരിൽ VD സതീശനെതിരെ ഞാൻ പറയട്ടെ അല്ലല്ല ഒരു മിനിറ്റ് ഹാഷ്മി. രാജു പി നായർ പറഞ്ഞ എന്താണ്? TP സെൻകുമാർ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. രാജു പി നായരാണോ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നത്?
എങ്ങനെയാണ് ടി.പി. സെൻകുമാർ സാർ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുന്നത്? പിന്നീടല്ലേ അതിനുശേഷമല്ലേ ടി.പി. സെൻകുമാർ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണെന്ന് തീരുമാനിക്കാം. നിക്ക് രാജീവ് പി നായരെ, ഞാൻ നിങ്ങളെ ആരും ബി.ജെ.പിക്കാരെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കാണ് ഇങ്ങനെ പറയേണ്ടത്. മതേതരത്വം ഈ പറഞ്ഞ പൊതുവേദികളിൽ പറയും. രാത്രിയാവുന്ന സമയത്ത് തലേക്കൂടെ മുണ്ടിട്ടുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ തിണ്ണനിറങ്ങാൻ പോകും. അപ്പൊ ഹാഷ്മിയെ പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇങ്ങനെ ഒരു ഭാഗം മാത്രം കേൾക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. രാജീവ് ചന്ദ്രശേഖരനല്ലേ ഈ ചോദ്യം ചോദിക്കേണ്ടത്? ബി.ജെ.പി സംസ്ഥാന 140 നിയോജകമണ്ഡലങ്ങളും എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. നിങ്ങളുടെ തൃപ്പൂണിത്തുറയിലുണ്ടാവും. അങ്ങ് കാത്തിരിക്കുന്ന തൃപ്പൂണിത്തുറയിൽ ചോദ്യം വളരെ വ്യക്തമാണ്. ജിതിൻ, ചോദ്യം വളരെ വ്യക്തമാണ്. പറവൂര് നിങ്ങൾ CPM സ്വതന്ത്രന് ടി.പി. സെൻകുമാർ പറഞ്ഞ പോലെ പിന്തുണ കൊടുക്കുമോ അതോ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടാവോ? ഒന്ന് വ്യക്തമാക്കാവോ? പിന്നെ CPM-നെ പിന്തുണയ്ക്കാനല്ലേ രാജീവ് പി നായരെ? CPM-നെ പിന്തുണയ്ക്കാണോ ബി.ജെ.പി? നിങ്ങളുടെ സഖ്യകക്ഷിയാണ്. നിങ്ങൾ ഇവിടെ 2 കൂട്ടർ ഇവിടുന്ന് ജയിച്ചു പോയാലും നിങ്ങൾ കൈവക്കേണ്ടെന്ന് അവിടെ പോയിട്ട് രാഹുൽ ഗാന്ധിക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഖ്യകക്ഷിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു സാർ പറയട്ടെന്ന് ടി.പി. സെൻകുമാർ ബി.ജെ.പിയുടെ നേതാവാണോ? അത് ആരാ രാജീവ് പി നായർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? ടി.പി. സെൻകുമാർ ബി.ജെ.പിയുടെ നേതാവാണെന്ന് നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞു? 140 നിയോജക മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവും. പിന്നെ അങ്ങ് ഒരു മിനിറ്റ് രാജീവ് പി നായരെ, ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന അത്ര കപ്പാസിറ്റി ഉള്ള നേതാവാണോ ഹാഷ്മി? എന്തിനാണ് ഈ പൊട്ട ചോദ്യം? എനിക്കറിയില്ല. സെൻകുമാർ നമ്മുടെ മുൻ DGP ആയിരുന്നു. ബി.ജെ.പിയിലോട്ട് വന്നു. ഞാൻ കരുതി ബി.ജെ.പിയിൽ ആ നേതാവിന് ബി.ജെ.പിയിൽ ഒരു സ്വാധീനം ഇല്ലേ? ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെ തീരുമാനിക്കാൻ എന്താ രാജീവ് പി നായരെ ഏൽപ്പിച്ചത്? അല്ലല്ല, സെൻകുമാർ ബി.ജെ.പിയിലോട്ട് വന്നല്ലേ? നമ്മുടെ മുൻ DGP ആയിരുന്നു. ഞാൻ കരുതി ഉന്നത പദവിയിലെ ഉദ്യോഗസ്ഥനോട് എന്തെങ്കിലും സ്വാധീനം ഉണ്ടെന്ന് കരുതി. സ്വാധീനം ഇല്ലെങ്കിൽ ഓക്കെ വിട്ടേക്ക്. ടി.പി. സെൻകുമാർ ആണോ അല്ലല്ല ഹാഷ്മി ആവശ്യമില്ല ചർച്ച വഴിതെറ്റിക്കാതെ. ടി.പി. സെൻകുമാർ സാറാണോ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്? അവിടെ പൊതു സ്വതന്ത്രനെ പിന്തുണയ്ക്കണം. രാജീവ് ചന്ദ്രശേഖരനോട് വിളിച്ചു ചോദിക്കും. എങ്ങനെയാണ് ഇനി ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടി, നിങ്ങൾ എന്തിനാണ് രാജീവ് പി നായരെ ടി.പി. സെൻകുമാർ പറഞ്ഞു കഴിഞ്ഞു. ടി.പി. സെൻകുമാർ പറഞ്ഞത് ബി.ജെ.പിയുടെ നിലപാടല്ലെന്നും അദ്ദേഹത്തിന് ബി.ജെ.പിയിൽ യാതൊരുവിധ സ്വാധീനമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അധികം ചർച്ച വേണ്ട. സെൻകുമാർ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളുടെ നിലപാട് പറയേണ്ട വ്യക്തിയല്ല ടി.പി. സെൻകുമാർ. അത് ടി.പി. സെൻകുമാർ സാർ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വ്യക്തിയല്ല. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രാജീവ് പി നായർ ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞത് ഒരു ഹാഷ്മിയെ കൊണ്ട് ചോദിപ്പിച്ചാൽ മതി. ഹാഷ്മി മാധ്യമപ്രവർത്തനല്ലേ? പിന്നെ അവിടെ ഇത് പറഞ്ഞ കൂട്ടത്തിൽ രാജീവ് പി നായർ ഒരു ട്രോളും കൂടെ ട്രോളി പാവം പിടിച്ച രാഹുൽ ഗാന്ധിയെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സിംഗപ്പൂരൊക്കെ ടൂർ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ടൂർ പോകുന്നതും പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ടൂർ പോകുന്നതൊക്കെ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് പാവം പിടിച്ച നിങ്ങളുടെ നേതാവിനെ ഇങ്ങനെ ട്രോളൊന്നും ചെയ്യല്ലേ പ്രശ്നം അധികാരത്തിന്റെ അപകർഷണത്തിന് ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ എന്താണ് സംസ്ഥാനത്തെ സോഷ്യൽ ഫാബ്രിക് തകരുന്നതിനെ പറ്റി വേദനയുള്ള ഒരു നേതാവിന്റെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. സംസ്ഥാനത്തെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് ആ നേതാവിന്റെ പ്രതികരണം. നേതാവിന്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ. ശ്രീ CR നീലാണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം, ബി.ജെ.പിയുടെ പ്രതിനിധി പറഞ്ഞ എന്തൊരു മണ്ടത്തരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഓച്ചിറയിൽ എല്ലാ കക്ഷികളും ചേർന്ന് NDAയും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, LDFും UDFും അവിടുത്തെ മുഴുവൻ ജനങ്ങളും ചേർന്ന് അവിടെ ഒരു എലവേറ്റഡ് ഹൈവേ വേണം, അവിടെ ഇപ്പോൾ ഈ മതിൽ പോലെയുള്ള ഹൈവേ പാടില്ല എന്ന് പറഞ്ഞ ഒരു സമരത്തിലാണ് ഞാൻ പോയത്. ആ സമരത്തിൽ എനിക്കെന്ത് വർഗീയത പറയാൻ? അവിടെ ഒരു രാഷ്ട്രീയം പോലും ഞാൻ പറഞ്ഞില്ല. കാരണം അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ 10 ലക്ഷം ആളുകൾ വരുന്ന ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ മുമ്പിൽ ഒരു മതിൽ വന്നാൽ അവിടെ വലിയ സ്റ്റാമ്പീഡ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ല, അവിടുത്തെ നാട്ടുകാർ പറഞ്ഞാണ്. അതിലൊരു വർഗീയതയില്ല, ഒന്നുമില്ല. അതിൻ്റെ തലേ ദിവസം അവിടെ രാജീവ് ചന്ദ്രശേഖർ വന്നു, പിറ്റേ ദിവസം അവിടെ മറ്റ് മന്ത്രിമാർ വന്നു, പിറ്റേ ദിവസം അവിടെ KC വേണുഗോപാൽ വന്നു. ഇവർ 3 പേരും വന്ന് സപ്പോർട്ട് ചെയ്ത ജനങ്ങളുടെ ഒരു സമരത്തിൽ ഞാൻ പരിശോധിച്ചാൽ മതി. എനിക്ക് പരിശോധിക്കാനൊന്നുമില്ല. അവിടെ എത്ര ആളുകളല്ലേ ആ സമരം പ്രസംഗം കേട്ടിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, ആ സമരത്തിൽ വർഗീയത രാഷ്ട്രീയോ പറയേണ്ട കാര്യമില്ല. ആ സമരം എങ്ങനെ തീർന്നതും അവിടെ എങ്ങനെ ഹൈവേ വന്നു, അവിടെ എങ്ങനെ പില്ലർ എലിവേറ്റഡ് ഹൈവേ വന്നു അങ്ങ് പരിശോധിച്ചാൽ മതി. അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അവിടെ വന്നോ തിരക്കൂ ഇല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ലോക്കൽ കേബിളിന്റെ എനിക്കറിയില്ല. ഞാൻ രാഷ്ട്രീയം വർഗീയത ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം പൊതുജന
അല്ല എനിക്ക് നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം എന്താണെന്ന് കേട്ടിട്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം അത് ഇവരുടെ ഞാൻ ആഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അത് വേണ്ടി നിങ്ങൾ കേട്ടോളൂ. ആഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ എനിക്കറിയില്ല ഈ സംഭവത്തിൽ എനിക്കറിയില്ല. നമ്മൾ തർക്കിച്ചോണ്ടിരുന്നത് ഞാനിത് ആഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സമിതിയുടെ പ്രസിഡന്റാണ് ഇപ്പോഴും. വെള്ളാപ്പള്ളി നടേശൻ ആ നവോത്ഥാന സമിതിയുടെ പ്രസിഡന്റായ വെള്ളാപ്പള്ളി നടേശനെ ഇതുവരെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ KM ഷാജിയെ കുറിച്ചോ SDP യെ കുറിച്ചോ പറഞ്ഞു, അവരോടൊന്നും നമുക്കൊരു ബഹുമാനമില്ല. അവർക്ക് ഈ കേരളത്തിൽ എന്ത് സ്വാധീനമുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അതല്ല, കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കിയ നവോത്ഥാന സമിതിയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹമാണ് നമ്പൂരി മുതൽ നായാടി വരെ ആളുകളുടെ ഐക്യം വേണം എന്നൊക്കെ ഈ രാജ്യത്ത് പറഞ്ഞത്. അങ്ങനെ ഒരാൾ ഇവിടെ ഒരു കാരണവശാലും ഇത് വർഗീയ കലാപത്തിന് ആരോ കളമൊരുക്കുന്നു എന്ന് പറഞ്ഞാൽ ചിരിക്കല്ലാതെ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട ഈ ഒരു സാഹചര്യത്തിൽ? ലക്ഷ്മി, ഇത് ചിരിയല്ലേ വരേണ്ടത്? വേറെ എന്താ വരേണ്ടത്? വിദ്വേഷത്തിന് വിലക്ക് വേണം. ആര് ചെയ്താലും, ഏത് പാർട്ടി ചെയ്താലും, ഏത് മത നേതാവ് ചെയ്താലും അയാളെ വിലക്കണം, അയാൾക്കെതിരെ നടപടി വേണം. ഇവിടെ നമ്പൂതിരി മുതൽ നായാടി വരെ ഉള്ള കഥ പറഞ്ഞു CR നീലകണ്ഠൻ. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കേണ്ട കാലം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഏത് വെള്ളാപ്പള്ളി നടേശൻ? ഒരു പാർട്ടി ഉണ്ടാക്കി BJPക്ക് NDAക്ക് സംഭാവന ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ. SK സജീഷ്, വെള്ളാപ്പള്ളി നടേശൻ പിണറായിക്കൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് പിടിക്കുകയല്ല, വെള്ളാപ്പള്ളി പിടിക്കുന്ന വോട്ട് BJPയുടെ വോട്ടാണ്. കാശ്മീർ, ഒരു കാര്യം ഞാൻ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ചു പോയതിന് മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, കോൺഗ്രസിന്റെ പ്രതിനിധി TP സെൻകുമാറിനെ ഒക്കെ ഉദാഹരിക്കുകയാണ് ചർച്ചയിൽ. ഈ TP സെൻകുമാർ കേരളത്തിന്റെ DGP ആയി വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ UDFന്റെ MK മുനീർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇദ്ദേഹം മഹാനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തെ നിയമിക്കണം എന്ന് പറഞ്ഞ് നിയമസഭയിൽ സംസാരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല ഇപ്പോൾ അദ്ദേഹം ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ്, അദ്ദേഹത്തിനെല്ലാം അദ്ദേഹത്തിൻ്റെതായ വർഗീയപരമായ നിലപാടുണ്ട്. അതൊന്നും ഓരോ ഘട്ടത്തിലും തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിയില്ല. നിങ്ങൾക്ക് അവരെയെല്ലാം ചേർത്ത് പിടിച്ച് മാത്രമേ ശീലമുള്ളൂ. നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ശശി തരൂർ എന്ന് പറയുന്ന നിങ്ങളുടെ MP മോദിയെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുകയാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ സോണിയാഗാന്ധിയുടെ കുടുംബവാഴ്ചയെക്കുറിച്ചുൾപ്പെടെ പറഞ്ഞ് മോദിയെ പുകഴ്ത്തുന്ന ശശി തരൂരിനെ നിങ്ങൾ എടുത്ത് തലയിൽ വെക്കുകയാണ്. വെച്ചോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് BJPക്ക് ഉപഹാരം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൊടുക്കാറുണ്ട്. അത് ഇപ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വിജയിപ്പിച്ചു കൊടുത്തതാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ജയിപ്പിച്ചു കൊടുത്തതാണ്, മുമ്പ് നിയമസഭയിലേക്ക് ജയിപ്പിച്ചു കൊടുത്തതാണ്. ഓരോന്നോരോന്നും ഒഴിവാക്കിയെടുക്കുക എന്ന കടമയാണ് ഇടതുപക്ഷവും കേരളത്തിൽ നിർവഹിക്കാറുള്ളത്. നിയമം ഞങ്ങൾ ഒഴിവാക്കിയെടുത്തു, തൃശ്ശൂരിൽ നിങ്ങൾ ജയിപ്പിച്ചതാണ് സുരേഷ് ഗോപിയെ എന്നിപ്പോൾ മനസ്സിലായല്ലോ. തൃശ്ശൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ എവിടെയാണ്? ഇവിടെ എല്ലാം BJP പ്രയാസവും ഇല്ല എന്ന് നമ്മൾക്ക് കാണേണ്ടതുണ്ട്. ഒരു പ്രയാസവും. നിങ്ങളിങ്ങനെ ഇടയിൽ കയറി പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു കാര്യം, മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായി തന്നെ കേരളത്തിൽ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ കർണാടകത്തിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നു, ഡൽഹിയിലും UPയിലും BJP നടപ്പിലാക്കുന്നത് പോലെ കഴിഞ്ഞ 1-ാം തീയതി ആ പാവപ്പെട്ട മനുഷ്യരെയെല്ലാം പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. കോൺഗ്രസിന്റെ പ്രതിനിധി പറയും, എത്ര പേരെ, ഏതാണ്ട് 3000-ഓളം വരുന്ന മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ ബുൾഡോസർ വെച്ച് ഈ തണുപ്പ് കാലത്ത് പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ആട്ടി ഓടിച്ചിട്ട് എത്ര പേരെ നിങ്ങൾ സംരക്ഷിച്ചു? ആർക്കെങ്കിലും ഒരു ഷെൽട്ടർ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളും BJP-യും നിങ്ങളിവിടെ ആളുകളെ പറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ പച്ചക്കള്ളത്തിന് അവസരം എന്ന് പറയാൻ സമയം കൊടുക്കില്ല ആഷ്മി. നിങ്ങൾ ആരെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടോ? ആ ബാംഗ്ലൂരിൽ ആട്ടിയൊടുക്കപ്പെട്ട ആളുകളെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ. ജനുവരി 1-ാം തീയതി എന്നല്ലേ പറഞ്ഞത്? നിങ്ങളും നസ്രാണി വരെ എന്ന വെള്ളാപ്പള്ളിയുടെ നിലപാട് LDFന് വോട്ട് പിടിക്കലല്ല, അത് BJPക്കും RSSന് വോട്ട് പിടിക്കുകയാണ്. ഏതുപോലെ ഒരു പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം ഇന്ത്യക്ക് കൊടുത്ത പോലെ. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ പിന്തുണ നിങ്ങളുടെ വോട്ടെന്ന് വിചാരിക്കില്ലേ സതീഷ്? നിങ്ങളുടെ കൂടെ നിന്ന് BJPക്ക് വോട്ട് പിടിക്കാണ് വെള്ളാപ്പള്ളി നടേശൻ. ആഷ്മി, ഞാനൊരു കാര്യം പറയട്ടെ.
വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അദ്ദേഹം ആ അഭിപ്രായങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമായി തന്നെ ഞങ്ങൾ പറയാറുണ്ട്. നിങ്ങൾക്കൊരു നെറേറ്റീവ് സൃഷ്ടിച്ച് എക്കാലത്തും ഇത് ചർച്ച ചെയ്യണം. പക്ഷേ ഇവിടെ കാണേണ്ടത് അതിനപ്പുറത്തേക്ക് കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി UDF ഒരേ സമയം RSSനോടൊപ്പവും അതേസമയം ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പവും സന്ധി ചെയ്യുന്നു. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ല എന്ന് ശ്രീ VD സതീശൻ പറയുന്നത്. എന്നാൽ കാന്തപുരം ഉസ്താദ് പറയുന്നു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്ന്. അവർ പോലും അത് തിരിച്ചറിയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധുത കൊടുത്ത പാർട്ടിയുടെ പേര് CPM അത് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധുത കൊടുത്ത പാർട്ടിയുടെ പേര് CPM ആണ്. അല്ലല്ല, സഭയിൽ ജമാഅത്തിനെ ആരാണ് വിമർശിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ സോഫ്റ്റ് ഹിന്ദുത്വ പ്ലാനാണെന്ന് പറഞ്ഞ് കോടിയേരിയാണ്. വേണ്ട, മുഖ്യമന്ത്രി പറഞ്ഞാൽ മതിയോ? മുഖ്യമന്ത്രി പറഞ്ഞാൽ മതിയോ? മുഖ്യമന്ത്രി പറഞ്ഞാൽ മതിയോ? അല്ലല്ല, ഞാൻ പറയുന്നതല്ല, മുഖ്യമന്ത്രി പറഞ്ഞാൽ മതിയോ? മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി. ഒറ്റ കൊടുത്ത് കേട്ടോ, ഒന്ന് പ്ലേയോ. ഞങ്ങളുടെ നിലപാടായി AP സുന്നി വിഭാഗം അവരെ കഴിഞ്ഞ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു. ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണെടുത്തത്. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റ് ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം UDF നടത്തിയിരുന്നു. പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം കൂട്ടർ വീണില്ല എന്നതാണ്. അതെ, അതായത് LDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച് ജമാഅത്തെ ഇസ്ലാമി UDF പ്രലോഭിക്കാൻ നോക്കി, അത്തരം ആളുകൾ വീണില്ല. ഉദ്ദിഷ്ടാരത്തിന് ഉപഹാരസ്മരണം പറയാണ്. ആരാണ് പറയുന്നത്? ഈ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി. എന്തുവാ സജീഷ്? ഒരു കാര്യം, ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പൂർണ്ണ രൂപം കാണിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവിടെ നിന്നൊന്നും കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഇടതുപക്ഷമായിട്ട് അവര് യോജിച്ചു എന്നല്ല പറഞ്ഞത്. ഒരു കാര്യം, ദേശീയവും സാർവദേശീയമായ കാഴ്ചപ്പാടുള്ളവരാണ് പിണറായി കേൾപ്പിക്കണോ? നിങ്ങൾ ഓരോ ക്ലിപ്പിംഗ് ആയിട്ട് ഇങ്ങനെ എടുത്തു ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയത് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയ പാർട്ടിയുടെ പേര് CPM എന്നാണ് സജീഷ്. ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും അല്ല. നിനക്ക് ആഷ്മി പറയട്ടെ, ആഷ്മി എന്തിനാ ഇങ്ങനെ കുറച്ച് സമയമെങ്കിലും അവതാരകനാവൂ? താങ്കൾ അവതാരകനാണ് ആവേണ്ടത്, രാഷ്ട്രീയ എതിരാളി അല്ല ആകേണ്ടത്. ചിലപ്പോഴെങ്കിലും താങ്കളോട് മറന്നു പോകുന്നു. താങ്കൾ ഞങ്ങളൊരു രാഷ്ട്രീയ എതിരാളിയായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവതാരകനായി പെരുമാറുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ പെരുമാറുമ്പോൾ ചർച്ച നന്നായി പോകും. നിങ്ങളെ അങ്ങനെ കാണാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സതീഷ്, ഒരു 5-10 വർഷം മുമ്പ് ജമാഅത്തെ ഇസ്ലാം നിങ്ങൾ തോളിൽ കൊണ്ട് നടക്കുകയും അവർ UDFനൊപ്പം പോകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിൽ ഭീകരവാദികളാകും ചെയ്യുന്ന ഇരട്ടത്താപ്പ് പറയേണ്ട. പിന്നെ അവതാരം നടന്നിട്ടില്ല, അതല്ലേ മുഖ്യമന്ത്രി പറയുന്നത്? ഇപ്പോ അല്ല, പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾ തോളിൽ കൊണ്ട് നടന്നിട്ടില്ല. അത് ആഷ്മിയുടെ വാദം മാത്രമാണ്. പിണറായി വിജയൻ പറഞ്ഞു കേൾപ്പിച്ചല്ലേ? ഒരു കാര്യം, സംസാരത്തിന്റെ പല ഭാഗങ്ങളെയും എടുത്തുദ്ധരിച്ച് ആഷ്മി ഒരു കാര്യം, താങ്കൾ എന്തിനാണ് ഇങ്ങനെ പ്രകോപിതനാവുന്നത്? എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അത് ഹാഷ്മി വിശ്വസിക്കണമെന്നോ ഹാഷ്മി അംഗീകരിക്കണമെന്നോ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇത് ജനങ്ങളോടല്ലേ സംസാരിക്കുന്നത്, ജനങ്ങളോടല്ലേ. അതിൻ്റെ ഇടയിൽ നിന്ന് തടസ്സപ്പെടുത്തുക എന്നുള്ള പണിയല്ല ഹാഷ്മി എടുക്കേണ്ടത്. ഒരു കാര്യം, സംഘപരിവാരവുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസ് നിലപാടിൻ്റെ ഭാഗമായി തന്നെ ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് കോൺഗ്രസിനോട് യോജിക്കാൻ കഴിയാത്ത അന്തരീക്ഷം വന്നിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. ഞങ്ങൾ അവരോട് പിന്തുണ വാങ്ങിയതല്ല. അവരുൾപ്പെടെ, ഇവരോടൊപ്പം ചേരേണ്ട അവരുൾപ്പെടെ ഇപ്പോൾ ഇവരെ എതിർക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ബൈറ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും. അവരുടെ അടുത്ത് പിന്തുണച്ചു പോവുകയോ അവർക്ക് വർഗീയ മതരാഷ്ട്രവാദമില്ല എന്ന് പറയുകയോ ചെയ്തതല്ല. അവരന്നും ഇന്നും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, കേരളത്തിൽ മാത്രമല്ല കാശ്മീരിൽ പോലും BJPയുമായി ചേർന്നുകൊണ്ട് മുഹമ്മദ് യൂസഫ് തരിവാമിയെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് വർഗീയ ശക്തിയായാലും നിരോധ സംഘടന അത് ജമാഅത്തെ ഇസ്ലാമല്ല. SK സജീഷ്, ഞാൻ പിന്നെ ആവർത്തിക്കുന്നു, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമെ ശ്ലാഘിച്ച പാർട്ടിയുടെ പേര് CPM എന്നാണ്. അവരുടെ പിന്തുണ ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപഹാരം കൊടുത്ത പാർട്ടിയുടെ പേര് CPM എന്നാണ്. ഇതൊക്കെ ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾ വന്ന് ജമാഅത്തെ ഇസ്ലാമി കൊടിയ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ നാടിന് മനസ്സിലാവില്ലേ? വോട്ടിന് വേണ്ടിയാണ്. അത് ആഷ്മിയുടെ രാഷ്ട്രീയ ആഷ്മി പറയട്ടെ. ആഷ്മിയുടെ വാദം ജയിക്കാൻ വേണ്ടി എന്തും ആഷ്മി പറയും. അതൊക്കെ കുറെ കാലമായാലും നമ്മൾ കാണുന്നു. ഒരു കാര്യം, ഞങ്ങൾ ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇട്ട് കൊടുക്കുകയില്ല.
ജമാഅത്തെ ഇസ്ലാമിയോ RSSോ അല്ലെങ്കിൽ ഒരു വർഗീയ ശക്തിയുമായി ഇടതുപക്ഷത്തിന് സന്ധി ചെയ്യാൻ വേണ്ടി കഴിയില്ല. അവർക്കൊരിക്കലും ഞങ്ങളോട് സന്ധി ചെയ്യാനും കഴിയില്ല. കാരണം ഇതിനെ ഒരേപോലെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. CPIMന്റെ ഓരോ പാർട്ടി മെമ്പറും CPMൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ പരിപാടി അംഗീകരിച്ചുകൊണ്ടാണ്. ആ പരിപാടിയിൽ ഈ പറഞ്ഞ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരായി, RSSന്റെ നിലപാടിനെതിരായി, കാശ്മീരിന്റെ 370-ാം വകുപ്പ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള സംഘപരിവാരത്തിന്റെ നിലപാടിനെതിരായിട്ട് അതിശക്തമായി പോരാടുക എന്ന് ആഹ്വാനം ചെയ്യുന്ന പാർട്ടിയാണ് CPIM. അത് കേരളത്തിലായാലും ശരി, ഈ രാജ്യത്തിന്റെ ഏത് വിശാലമായ രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ പോയ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നുള്ളതും വോട്ട് വാങ്ങിയ കാലം നിങ്ങൾ സ്നേഹപൂർവ്വം സ്മരിച്ചിട്ടുണ്ടെന്നുള്ളതും ഞാൻ വെറുതെ പറയുന്നതല്ല സജീഷ്. അത് രേഖാപരവും ദൃശ്യപരവും വാക്കുപരവുമായ എന്താണ് പിണറായി വിജയൻ അടക്കമുള്ളവരുടെ വാക്കുകൾ പലത് കിടക്കുമ്പോൾ അതൊക്കെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രീയമാണ്, അടവ് നയമാണ്, നടക്കട്ടെ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.